Hi dear students, welcome to Vector Academy where learning gets direction and magnitude. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് SLCയുടെ ഒരു 2 ചാപ്റ്റർ വീതമുള്ള റിവിഷൻ ആയിട്ടുള്ള ഒരു വീഡിയോസാണ്. ഒരു 3 ദിവസമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, SLCയിൽ നിങ്ങൾക്ക് അറിയാം മൊത്തം 6 ചാപ്റ്റർ ആണുള്ളത്. അതിൽ ബയോളജിയിലെ 2 ചാപ്റ്റർ വീതമുള്ള ഒരു റിവിഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജീവൻ്റെ ജനിതകം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററും അതുപോലെ DNA റിലേറ്റഡ് ആയിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ടല്ലോ, ഈ 2 ചാപ്റ്ററാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് റിവിഷന് വേണ്ടി എടുത്തിരിക്കുന്നത്. എന്തായാലും ഈ റിവിഷന് വേണ്ടി നിങ്ങൾ ഇതിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് വേസ്റ്റ് ആകില്ല. നമ്മൾ പഠിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളിലൂടെ നമ്മളൊന്ന് കടന്നു പോകണം. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ ദിവസമായി. ഇപ്പോൾ നിങ്ങൾ ആദ്യം എന്താണ് റിവിഷൻ ആ സമയത്ത് എക്സാം ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ എന്ത് ചെയ്തിട്ടുണ്ടാവും, എല്ലാം പഠിക്കുകയും നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പിന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതാത് വിഷയങ്ങൾ മാത്രമേ നോക്കിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ കുറേ ആയി, അതായത് ബയോളജി നോക്കിയിട്ട് എന്ത് വന്നിട്ടുണ്ടാവും, ഒരു നല്ല ഗ്യാപ്പ് എന്തായാലും എന്ത് ചെയ്തിട്ടുണ്ടാവും, വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്ത് പോവുകയാണ് എന്ത് ചെയ്യുക, ഈ വീഡിയോയിലൂടെ ചെയ്യുക. അതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. അത് ഉറപ്പായിട്ടും നമുക്ക് എക്സാമിന് വേണ്ട കാര്യങ്ങളായിരിക്കും. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഞാൻ മലയാളം PDF ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇംഗ്ലീഷുകാരും എന്ത് ചെയ്യുക, അത് കാണാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കറിയാം മിക്ക ടേംസ് നമ്മൾ എന്ത് ചെയ്യുന്നു, കോമൺ ആയിട്ട് എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നത് മലയാളത്തിൽ ഇംഗ്ലീഷും എല്ലാം സെയിം വേർഡ്സ് തന്നെയാണ് മാക്സിമം എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ക്ലാസ് കണ്ടാൽ ആ കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒന്ന് റിവൈസ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോസ് മുഴുവനായിട്ട് കാണുക. ഫാസ്റ്റായിട്ടോ നിങ്ങൾക്ക് ഫാസ്റ്റ് ഫോർവേഡ് വേണമെങ്കിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി പറ്റും കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജീവൻ്റെ ജനിതകം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിലേക്ക് നമുക്ക് ഫസ്റ്റ് പഠിക്കുവാൻ പോകുമ്പോൾ നമ്മൾ 2 ആൾക്കാരെ ഓർത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ 2 ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻ പഠിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആരൊക്കെയാണത്? ജെന്നിഫർ എ ഡൗട്ട്ന എന്ന് പറയുന്ന സയൻറ്റിസ്റ്റും ഒപ്പം ഇമ്മാനുവൽ കാർപെൻഡിയർ എന്ന് പറയുന്ന 2 സയൻറ്റിസ്റ്റ്. ഇവരുടെ ഒരു കോൺട്രിബ്യൂഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. എന്തായിരുന്നു ഇവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്? അതായത് DNA, അതായത് നമ്മുടെ മനുഷ്യൻ്റെ അടിസ്ഥാനം, അതായത് നമ്മുടെ സ്വഭാവങ്ങളെ ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ആര്, ഈ പറയുന്ന DNA അഥവാ ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഈ DNA ഇപ്പം നമുക്ക് എന്ത് ചെയ്യും, നമ്മളൊരു വീഡിയോ എടുത്ത സമയത്ത് എന്ത് ചെയ്യും, അതിൽ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത് മാറ്റി, സൗണ്ടൊക്കെ ചിലപ്പോൾ മ്യൂട്ട് ചെയ്ത് നമ്മൾ ആ ഇഷ്ടമുള്ള സോങ് ഒക്കെ ആഡ് ചെയ്ത് നമുക്ക് എങ്ങനെയാണോ അത് പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹം ആ രീതിയിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഒരു വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യുന്നത്, നമ്മൾ എഡിറ്റ് ചെയ്യും. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് DNA നമുക്ക് ചേഞ്ചസ് ഒന്നും കൊണ്ടുവരുത്താൻ വേണ്ടി പറ്റില്ല എന്നായിരുന്നു. എന്നാൽ ഈ പറയുന്ന 2 സയൻറ്റിസ്റ്റുകൾ കൂടി CRISPR-Cas9 എന്ന് പറയുന്ന ഒരു മെത്തേഡ് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഒരു എന്ത് ചെയ്യുന്നു, ഒരു ജീൻ എഡിറ്റിംഗ് പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുന്നു. ഇത് നിങ്ങൾ എവിടെ പഠിക്കുന്നുണ്ട്, ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ടല്ലേ. CRISPR-Cas9 കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് DNA എഡിറ്റ് ചെയ്യാമെന്നൊരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു കാര്യം കൊണ്ടുവന്നതിന് ഇവർക്ക് എന്ത് ലഭിക്കുകയുണ്ടായി, 2020 നൊബേൽ പ്രൈസ് ലഭിക്കുകയുണ്ടായി. അപ്പോൾ നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടത് ഇവർ 2 പേരാണ്. ഏതൊക്കെ? ജെന്നിഫർ എ ഡൗട്ട്ന, അതുപോലെ തന്നെ എന്താണ്, ഇമ്മാനുവൽ കാർപെൻഡിയർ. ഈ 2 പേരുകൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? DNA എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ടാണ്. ഏത് മെത്തേഡ് വഴി? CRISPR-Cas9 എന്ന് പറയുന്ന മെത്തേഡ് വഴി. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ഇഷ്ടമായ രീതിയിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ട്രെയ്റ്റ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, DNA എഡിറ്റിങ്ങിലൂടെ കൊണ്ടുവരാൻ പറ്റുമെന്നൊരു കോൺസെപ്റ്റ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് പ്രധാനമായിട്ടും നമ്മുടെ ക്യാൻസർ ചികിത്സയിൽ, അതുപോലെ തന്നെ എന്താണ്, കീടങ്ങളെയും രോഗങ്ങളെയും ഒക്കെ പ്രതിരോധിക്കുന്ന വിളകൾ, ക്രോപ്സ് എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കാനും ഒക്കെയാണ് ഈ പറയുന്ന ഒരു ടെക്നോളജി എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, DNA എഡിറ്റ് എന്ന് പറയുന്ന മെത്തേഡ് കൊണ്ടുവന്നത് ആരാണ്? ജെന്നിഫർ എ ഡൗട്ട്ന, അതുപോലെ തന്നെ ഇമ്മാനുവൽ കാർപെൻഡിയർ എന്നീ 2 ആൾക്കാർ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നു, CRISPR-Cas9 എന്ന് പറയുന്ന ടെക്നോളജിയാണ് പ്രധാനമായിട്ടും ക്യാൻസർ ചികിത്സയിലും അതുപോലെ തന്നെ കീടങ്ങളും രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന വിളകളുടെ നിർമ്മാണത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മെത്തേഡ് എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ളത് DNA ഘടനയാണ്. ഇപ്പോൾ DNA പറ്റി ഘടനയൊക്കെ പഠിക്കുന്നതിന് മുന്നേ എന്താണ് ഈ DNA, അല്ലെങ്കിൽ എവിടെയാണ് DNA കാണുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അതായത് എവിടെയാണ് DNA ഉള്ളത് ശരിക്കും? അതായത് നമുക്കറിയാം നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് എന്താണ്, വിവിധ തരത്തിലുള്ള കോശങ്ങൾ കൊണ്ടാണ് അല്ലേ. വിവിധ തരത്തിലുള്ള കോശങ്ങൾ കൊണ്ടാണ് മനുഷ്യ ശരീരം, അല്ലെങ്കിൽ ജന്തുക്കൾ എല്ലാവരും ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വിവിധ തരത്തിലുള്ള കോശങ്ങളാണ്. ഈ കോശത്തിന് മധ്യഭാഗത്ത് ഒരാളുണ്ടല്ലോ, ഇയാളെ നമ്മൾ എന്താ വിളിക്കുക, ഇയാളെ നമ്മൾ എന്ത് വിളിക്കും, ന്യൂക്ലിയസ് എന്ന് വിളിക്കും അല്ലേ. കോശത്തിൻ്റെ മധ്യഭാഗത്ത് കാണുന്ന ആളെ ന്യൂക്ലിയസ്, അല്ലെങ്കിൽ മലയാളത്തിൽ വേണമെങ്കിൽ മർമ്മം എന്ന് വിളിക്കും. ഈ ന്യൂക്ലിയസിനകത്ത് അല്ലെങ്കിൽ മർമ്മത്തിനകത്താണ് ആര് കാണപ്പെടുന്നത്, ക്രോമസോമുകൾ
കാണപ്പെടുന്നത്. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ക്രോമസോമുകളെ പറ്റി. അപ്പോൾ ഈ ക്രോമസോം നിർമ്മിച്ചിരിക്കുന്ന ആളാണ് ആര്? ഈ പറയുന്ന DNA അഥവാ ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. വേറെ ഇവിടുന്ന് അങ്ങോട്ട് പറയുകയാണെങ്കിൽ, അതായത് നമ്മുടെ എന്താണ് പാരമ്പര്യ ഘടകങ്ങൾ. ഇപ്പം എൻ്റെ കണ്ണിൻ്റെ നിറം എന്തായിരിക്കണം, അതായത് എന്താണ് കണ്ണിൻ്റെ നിറം എങ്ങനെയുള്ളതായിരിക്കണം, അല്ലെങ്കിൽ മുടിയുടെ ടെക്സ്ചർ എന്തായിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ സ്കിന്നിൻ്റെ നിറം എന്തായിരിക്കണം, എനിക്ക് എത്രത്തോളം ഹൈറ്റ് വരാനുള്ളൊരു ഇതുണ്ട്, ഇങ്ങനെയുള്ള എൻ്റെ ട്രെയ്റ്റ്സുകളുണ്ട് അല്ലേ. ഈ ട്രെയ്റ്റ്സുകളെ കൺട്രോൾ ചെയ്യുന്ന ഇൻഫർമേഷൻ എവിടെയുള്ളത്? നമ്മുടെ DNA ഉള്ളിലാണുള്ളത്. അപ്പോൾ ഈ DNA കൂടി ചേർന്നിട്ടാണ് ആരുണ്ടാകുന്നത്? ക്രോമസോമുകൾ ഉണ്ടാകുന്നത്. ഈ ക്രോമസോം എവിടെ കാണുന്നു? ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്നു. ഈ ന്യൂക്ലിയസ് എവിടെയുള്ളത്? കോശത്തിൻ്റെ സെൻറ്ററിലാണുള്ളത്. അപ്പോൾ എവിടെയാണ്, എന്താണ് DNA എന്നും അത് എവിടെ കാണപ്പെടുന്നു എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി ഈ പറയുന്ന DNA സ്ട്രക്ചർ, ഇപ്പം നമ്മളിവിടെ DNA എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ വരച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഈ സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നത് ഫോട്ടോ 51 എന്ന് പറയുന്ന എക്സ്റേ ഡിഫ്രാക്ഷൻ മെത്തേഡ് വഴി എടുത്തിട്ടുള്ള ഒരു ചിത്രമാണ്. ആ ചിത്രം എടുത്ത 2 ആൾക്കാരാണ്, അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയ ആരൊക്കെ? റോസാലിൻഡ് ഫ്രാങ്ക്ലിനും അതുപോലെ തന്നെ മോറിസ് വിൽക്കിൻസ് എന്ന് പറയുന്ന 2 പേര്. ഈ 2 സയന്റിസ്റ്റുകളാണ് ഫോട്ടോ 51 എന്ന് പറയുന്ന എക്സ്റേ ഡിഫ്രാക്ഷൻ മെത്തേഡിലൂടെ എന്ത് ചെയ്തു? DNA ചിത്രം എടുത്തു. ഈ DNA ചിത്രം അനലൈസ് ചെയ്ത ആരൊക്കെ? ഫ്രാൻസിസ് ക്രിക്കും അതുപോലെ തന്നെ ജെയിംസ് വാട്സണുമാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന DNA ആകൃതി എന്താണ്? ഒരു ചുറ്റുഗോവണി മാതൃക അല്ലെങ്കിൽ ഒരു ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ആണ് DNAക്കുള്ളതെന്ന് മനസ്സിലാക്കുന്നത്. ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഫോട്ടോ 51 ആരുടെ കോൺട്രിബ്യൂഷൻ ആണ്? റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ്റെയും അതുപോലെ തന്നെ മോറിസ് വിൽക്കിൻസന്റെയും കോൺട്രിബ്യൂഷൻ ആണ്. അവർ എക്സ്റേ ഡിഫ്രാക്ഷൻ മെത്തേഡിലൂടെ എന്ത് ചെയ്തു? DNA സ്ട്രക്ചർ എടുത്തു. ഇത് അനലൈസ് ചെയ്ത ആൾക്കാരാണ് ആരൊക്കെ? ഫ്രാൻസിസ് ക്രിക്കും ജെയിംസ് വാട്സണും. അവരാണ് എന്ത് ചെയ്യുന്നത്? DNA സ്ട്രക്ചർ, നമ്മളിപ്പോൾ നോട്ടിലൊക്കെ വരച്ച് പഠിച്ചൊരു സ്ട്രക്ചർ ഉണ്ടാവല്ലോ, ആ DNA സ്ട്രക്ചർ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അത് വരച്ച് കൊണ്ടുവരുന്ന ആരാണ്? ഈ പറയുന്ന 2 ആൾക്കാർ ചേർന്നാണ്. അപ്പം അത്രയും കാര്യങ്ങൾ. അപ്പോൾ ഫ്രാൻസിസ് ക്രിക്കും ജെയിംസ് വാട്സണുമാണ് എന്ത് ചെയ്യുക? DNA ചുറ്റുഗോവണി മാതൃക കൊണ്ടുവന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഫോട്ടോ 51 എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക? റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ അതുപോലെ തന്നെ മോറിസ് വിൽക്കിൻസൺ എന്നിവരുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ DNA പഠിക്കുമ്പോൾ DNA നിങ്ങൾ ചുറ്റുഗോവണി മാതൃകകൾ പഠിക്കുമല്ലോ. അവിടെ നിങ്ങൾ പഠിക്കുന്നുണ്ട് അതിനെന്തുണ്ട്? ഇങ്ങനെ ചുറ്റുഗോവണി മാതൃകയുടെ ഈ ഒരു ഷേപ്പിലാണ് എന്ത് ചെയ്യുന്നത്? DNA ഇരിക്കുന്നത്. ഇതിനെന്തുണ്ട്? ഇതിനെ നമ്മൾ ഇഴകൾ എന്ന് വിളിക്കുക അല്ലെ. ഇഴകൾ എന്നാണ് വിളിക്കുക. ഇഴകൾ. അതുപോലെ തന്നെ ഇതിനിടയിലായിട്ട് എന്തുണ്ട്? പടികളും ഉണ്ട്. അപ്പോൾ പടികളും ഉണ്ട്, സ്റ്റെപ്പും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? അതിന് ഇഴകളുമുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്ന ഒരു DNA അടിസ്ഥാന നിർമ്മാണ ഘടകത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കും. അപ്പോൾ DNA അടിസ്ഥാന നിർമ്മാണ ഘടകം ഏതാ? ന്യൂക്ലിയോടൈഡാണ്. പിന്നെ ഈ ന്യൂക്ലിയോടൈഡിന്റെ ചിത്രം എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ടല്ലോ വരയ്ക്കാൻ. ഒരു പെൻറ്റോസ് ഷുഗർ ആണ്. എന്ന് വെച്ചാൽ എന്താ? 5 കാർബൺ. നോക്കിയേ, ഇതൊരു പെൻറ്റഗൺ അല്ലേ. ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, ഇതെവിടെ മൊത്തം 5 കാർബൺ അടങ്ങിയ ഒരു പഞ്ചസാര. അതിനെ ഡീഓക്സി റൈബോസ് പഞ്ചസാര എന്ന് പറയും. അപ്പൊ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് എന്താ? DNA അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് ന്യൂക്ലിയോടൈഡ്. ഈ ന്യൂക്ലിയോടൈഡ് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഡീഓക്സി റൈബോസ് പഞ്ചസാര, അതായത് 5 കാർബൺ അടങ്ങിയ ഒരു പഞ്ചസാരയും പിന്നെന്താ? ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു ഘടകം, അതുപോലെ തന്നെ നൈട്രജൻ ബേസ്. ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? DNA നിർമ്മിച്ചിരിക്കുന്നത്. ഈ ചിത്രം ഇതിന്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ വേണ്ടി ചോദിക്കും. ഈ സെന്ററിൽ കാണുന്നത് എന്താണ്? ഡീഓക്സി റൈബോസ് പഞ്ചസാരയാണ്, 5 കാർബൺ അടങ്ങിയ പഞ്ചസാര. ഇവിടെ ഈ കളത്തോടിരിക്കുന്ന റൗണ്ട് ഷേപ്പിലുള്ളത് ഫോസ്ഫേറ്റ് ആണ്. ഈ ഫോസ്ഫേറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇഴകൾ നിർമ്മിക്കുന്നത്. ഒരു ഇഴയിൽ നിന്നും ഇവിടെ ഇതേപോലെ തൊട്ടടുത്തൊരു സ്ട്രക്ചർ വരും, അതിന്റെ ഫോസ്ഫേറ്റുമായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. അപ്പോൾ പരസ്പരം എന്താണ് ബന്ധിപ്പിക്കുന്നത്? ന്യൂക്ലിയോടൈഡുകളെ ബന്ധിപ്പിക്കുന്നത് ആരാണ്? ഈ പറയുന്ന ഫോസ്ഫേറ്റ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇത് കൂടാതെ ആരുമുണ്ട്? നൈട്രജൻ ബേസും ഉണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഏതൊക്കെയാണ് നൈട്രജൻ ബേസ്? DNA കാണപ്പെടുന്ന നൈട്രജൻ ബേസ്. ഒന്ന് എ ഏതായിരുന്നു? അഡിനിൻ. രണ്ടാമത്തത് തൈമിൻ. മൂന്നാമത്തത് ഗ്വാനിൻ. നാലാമത്തത് സൈറ്റോസിൻ. ഏതൊക്കെയാണ്? അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. ഇത് 4മാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന DNA നൈട്രജൻ ബേസുകൾ. അഡിനിൻ എപ്പോഴും ആരുമായിട്ടാണ് ചേർന്ന് പടികൾ ഉണ്ടാക്കുക? ഈ പടികൾ ഉണ്ടാക്കുമ്പോൾ ഇവിടം വരെ ഒരാളും ഇവിടം വരെ ഒരാളെന്ന് വിചാരിച്ചാൽ മതി. പപ്പാതി 2 പേരാണ്. ഒന്ന് അഡിനിൻ എപ്പോഴും തൈമിനുമായിട്ടും ഗ്വാനിൻ എപ്പോഴും ആരുമായിട്ടായിരിക്കും? സൈറ്റോസിനുമായിട്ടും ആയിരിക്കും എന്ത് ചെയ്യുക? കൂടിച്ചേർന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ടേബിൾ വർക്ക്ഷീറ്റ് ഒന്ന് നമുക്ക് നോക്കിയാൽ DNA ഇഴകൾ നമുക്കറിയാം. ലെഫ്റ്റിലും റൈറ്റിലും ഓരോ ഇഴകൾ. നമ്മൾ ഒരു സ്റ്റെപ്പ് പടി കയറിപ്പോന്ന് വിചാരിക്കുക. അപ്പോൾ എത്ര ഇഴകളുണ്ട്? 2 ഇഴകളാണുള്ളത്. ഇഴകൾ നിർമ്മിച്ചിരിക്കുന്ന, ശ്രദ്ധിച്ചു വായിച്ചു നോക്കുക, ഇഴകൾ നിർമ്മിച്ചിരിക്കുന്നതാണ്. ഇഴകൾ നിർമ്മിച്ചിരിക്കുന്ന ആരൊക്കെ കൊണ്ടാണ്? പഞ്ചസാരയും അതുപോലെ തന്നെ എന്താണ്? ഫോസ്ഫേറ്റും കൊണ്ടാണ്. പഞ്ചസാരയും ഫോസ്ഫേറ്റും കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? ഇഴകൾ നിർമ്മിച്ചിരിക്കുന്നത്. പടികൾ നിർമ്മിച്ചിരിക്കുന്ന ആരുകൊണ്ടാ? നൈട്രജൻ ബേസുകൾ കൊണ്ടാണ് അല്ലേ. സ്റ്റെപ്പുകൾ നിർമ്മിച്ചിരിക്കുന്നത് നൈട്രജൻ ബേസുകൾ കൊണ്ടാണ്. ഇനി ഏതൊക്കെയാ വിവിധ തരം നൈട്രജൻ ബേസുകൾ? അഡിനിൻ,
തൈമിൻ, ഗ്വാനിൻ, അതുപോലെ തന്നെ സൈറ്റോസിൻ ആണ്. പടികൾ എങ്ങനെയാണ് രൂപപ്പെടുക? അഡിനിൻ ആരുമായിട്ട് രൂപപ്പെടും? തൈമിനുമായിട്ട് ചേർന്ന് ബോണ്ട് രൂപപ്പെടുത്തും. ഗ്വാനിൻ ആരുമായിട്ട് ചേരും? സൈറ്റോസിനുമായിട്ട് രൂപപ്പെടുത്തും. ഇപ്പം നൈട്രജൻ ബേസുകൾ എന്താണ്? ജോഡി ചേരുന്ന വിധം ഏതാണ്? അഡിനിൻ തൈമിനുമായിട്ടും ഗ്വാനിൻ സൈറ്റോസിനുമായിട്ട്. ഇനി ന്യൂക്ലിയോടൈഡിലെ മൊത്തം തന്മാത്രകളെ ചോദിച്ചാൽ നമുക്ക് ആരൊക്കെ എഴുതാം? പഞ്ചസാര എഴുതാം, നൈട്രജൻ ബേസ് എഴുതാം, ഫോസ്ഫേറ്റ് എഴുതാം. ഇവിടെ ഇഴകൾ നിർമ്മിച്ചിരിക്കുന്ന മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇഴകൾ നിർമ്മിക്കുമ്പോൾ ആരെ മാത്രം എഴുതിയാൽ മതി? പഞ്ചസാരയും അതുപോലെ തന്നെ ആരെ എഴുതിയാൽ മതി? ഫോസ്ഫേറ്റിൻ്റെയും കേസും എഴുതിയാൽ മതി. അപ്പോൾ എന്താണ് DNA അടിസ്ഥാന നിർമ്മാണ ഘടകം എന്ന് പറയുന്നത്? എന്താണ്? ന്യൂക്ലിയോടൈഡ് ആണ്. ന്യൂക്ലിയോടൈഡ് നിർമ്മിച്ചിരിക്കുന്ന ആരൊക്കെ കൊണ്ടാണ്? ഡിയോക്സി റൈബോസ് എന്ന് പറയുന്ന 5 കാർബൺ അടങ്ങിയ ഒരു പഞ്ചസാര, അതുപോലെ തന്നെ ഫോസ്ഫേറ്റ് എന്താണ്? ഫോസ്ഫേറ്റ് ആണ് ഇഴകൾ രൂപപ്പെടുത്താൻ തൊട്ടടുത്ത ന്യൂക്ലിയോടൈഡുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്ന ആരാണ്? ഈ പറയുന്ന ഫോസ്ഫേറ്റ് ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. പിന്നെ നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ്? 4 നൈട്രജൻ ബേസുകൾ എന്നും അതുപോലെ തന്നെ എന്താണ് ഈ 4 നൈട്രജൻ ബേസുകൾ എങ്ങനെ പെയർ ചേരുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഓക്കെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ? നമ്മുടെ ക്രോമസോം ഉണ്ടല്ലോ, അതാ ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ക്രോമസോമിന്റെ ഘടനയെ സൂചിപ്പിക്കുന്ന ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ക്രോമസോമിന്റെ ഘടനയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ പഠിക്കുന്ന കുറച്ച് ടേമുകളുണ്ട്. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ് ക്രോമസോം. DNA ആണ് പ്രധാനമായിട്ടും. അതായത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രോമസോമിനെ പറ്റിയാണ് പഠിക്കുന്നത്. ക്രോമസോമിനെ പറ്റി നിങ്ങൾ പഠിക്കുമ്പോൾ അറിയേണ്ടത് DNA നമുക്കറിയാം. ക്രോമസോം എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്? DNA ആണ്. ഈ DNA മാത്രമല്ല, DNAയുടെ കൂടെ ഹിസ്റ്റോൺ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. അതായത് DNA-യും ഹിസ്റ്റോൺ എന്ന് പറയുന്ന പ്രോട്ടീനും ചേർന്നാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? ഈ കാണപ്പെടുന്ന ക്രോമസോമുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയാണ് അതിലേക്ക് വരുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ DNA-യും ഹിസ്റ്റോണും ചേർന്നിട്ട് എന്ത് രൂപപ്പെടുന്നു? ഈ പറയുന്ന ക്രോമസോം രൂപപ്പെടുന്നു. അപ്പോൾ ഹിസ്റ്റോൺ എന്ന് പറയുന്ന പ്രോട്ടീൻ ആണല്ലോ. ഈ ഹിസ്റ്റോൺ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഇതിനൊരു റൗണ്ട് ഷേപ്പാണ്. ഇത് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ്. ഇങ്ങനത്തെ 8 പ്രോട്ടീനുകൾ ചേർന്ന്, അതായത് 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ ചേർന്ന് എന്ത് രൂപപ്പെടുന്നു? ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയുന്ന ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ രൂപപ്പെടുന്നു. അതായത് എന്താ പറയുന്നത്? ഹിസ്റ്റോണുകൾ ഇത് കണ്ടോ, ഇവിടെ കാണപ്പെടുന്ന ഇങ്ങനെ റൗണ്ട് ഷേപ്പിലുള്ള ഹിസ്റ്റോണുകൾ കൂടി ചേർന്ന് എന്താണ് 8 എണ്ണമുള്ള ഹിസ്റ്റോൺ ഒക്ടാമർ രൂപപ്പെടും. ഈ ഹിസ്റ്റോൺ ഒക്ടാമറിനെ ആര് വന്ന് പൊതിയും അല്ലെങ്കിൽ ആര് വന്ന് ചുറ്റും? നമ്മളൊരു നൂലൊരു കമ്പിൽ ചുറ്റുന്ന പോലെ ആര് വന്ന് പൊതിയും? ഈ പറയുന്ന DNA ഇഴകൾ വലയം ചെയ്യും. അപ്പോൾ ഹിസ്റ്റോൺ ഒക്ടാമറിനെ DNA ഇഴകൾ വലയം ചെയ്താൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം എന്ന് വിളിക്കും. എന്താണ് ന്യൂക്ലിയോസോം? ഇവിടെ നോക്കുക, ഇങ്ങനെ വലയം ചെയ്ത് ഈ പറയുന്ന ഹിസ്റ്റോൺ ഒക്ടാമറിനെ മുഴുവനും എന്ത് ചെയ്യും? DNA ഇഴകൾ വലയം ചെയ്യും. ഇങ്ങനെ വലയം ചെയ്തവർ ചേർന്നിട്ടാണ് ഏത് രൂപപ്പെടുന്നത്? ക്രൊമാറ്റിഡുകൾ എന്ന് പറയും. നമ്മൾ DNA അല്ലെങ്കിൽ ക്രോമസോം വരയ്ക്കും ഇങ്ങനെ ഇതളുകൾ പോലെ വരയ്ക്കില്ലേ? ഈ ക്രൊമാറ്റിഡുകൾ രൂപപ്പെടും. ഈ ക്രൊമാറ്റിഡുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ക്രോമസോമിന്റെ സെൻട്രലുള്ള ഭാഗത്തിനെയാണ് എന്ത് വിളിക്കുക? സെൻട്രോമിയർ എന്ന് വിളിക്കുക. എന്താണ്? സെൻട്രോമിയർ. ഇത്രയും കാര്യങ്ങളെ എന്തിൽ പഠിക്കാനുള്ളൂ? ക്രോമസോമിന്റെ ഘടനയിൽ. അപ്പൊ ക്രോമസോം നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ DNA കൊണ്ടാണ്. പക്ഷെ DNA കൊണ്ട് മാത്രമല്ല, DNAയുടെ കൂടെ ആരും കൂടി ഉണ്ട്? ഹിസ്റ്റോൺ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനും കൂടി ഉണ്ട്. അതിന്റെ ഷേപ്പ് എങ്ങനെയാണ്? റൗണ്ട് ഷേപ്പിലാണ്. അങ്ങനത്തെയുള്ള 8 ബോൾ പോലെ ഇരിക്കുന്ന ഈ ഹിസ്റ്റോണുകൾ ഒട്ടിച്ചേർന്നിരിക്കുമ്പോൾ അതിനെ നമ്മൾ വിളിക്കും ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് വിളിക്കും. ഓക്കെ, ഈ ഹിസ്റ്റോൺ ഒക്ടാമറിലേക്ക് ഒരു കമ്പിൽ നമ്മൾ നൂല് ചുറ്റി വെക്കുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങളൊരു ബോൾ എടുത്തിട്ട് അതിന്റെ മുകളിൽ ഒരു നൂല് ഫുള്ള് ഇങ്ങനെ ചുറ്റി വെക്കുകയാണ്. അതേപോലെ ആര് വന്ന് പൊതിയും? ഈ പറയുന്ന DNA ഇഴകൾ വന്ന് പൊതിയും. അപ്പം അങ്ങനെ വന്ന് പൊതിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കും, ഈ ഹിസ്റ്റോൺ ഒക്ടാമറിനെ DNA ഇഴകൾ വന്ന് പൊതിഞ്ഞാൽ അതിനെ വിളിക്കുന്നതാണ് ന്യൂക്ലിയോസോം എന്ന് വിളിക്കും. ആ ന്യൂക്ലിയോസോമുകൾ കൂടി ചേർന്നിട്ടാണ് ഏത് രൂപപ്പെടുന്നത്? ഇതിലെ ഈ 4 ഇതളുകൾ പോലെ കാണപ്പെടുന്ന ക്രൊമാറ്റിഡുകൾ കാണപ്പെടുന്നത്. ഈ ക്രൊമാറ്റിഡുകളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഏത് കാണപ്പെടുന്നത്? ഈ പറയുന്ന ക്രോമസോമിന്റെ സെന്ററിൽ എന്തുള്ളത്? സെൻട്രോമിയർ എന്ന് പറയുന്ന ഭാഗങ്ങളുള്ളത്. ക്ലിയർ ആണല്ലോ? എന്താണ് ഹിസ്റ്റോൺ എന്നറിയണം, ഹിസ്റ്റോൺ ഒക്ടാമർ എന്താണ്, ന്യൂക്ലിയോസോം എന്താണ്, ഇത്രയും കാര്യങ്ങളാണ്, ടേമുകളാണ് എന്ത് ചെയ്യണം അതിൽ ഓർത്തിരിക്കാനുള്ളത്. ഈ ചിത്രം കണ്ടാൽ ഓർക്കണം, അത് ക്രോമസോമിന്റെ ഘടനയുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ഈ ബോൾ പോലെ കാണപ്പെടുന്ന ഹിസ്റ്റോൺ പ്രോട്ടീൻ ആണ്. അതിനെ പൊതിഞ്ഞ് ആര് വന്നാൽ, DNA ഇഴകൾ വന്നാൽ അതിനെ ഹിസ്റ്റോൺ ഒക്ടാമർ, 8 എണ്ണം ചേർന്ന് അതിനെ പൊതിഞ്ഞ് ഇഴകൾ വന്നാൽ ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് വിളിക്കും. അത് കംപ്ലീറ്റ്ലി പൊതിയുമ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? ന്യൂക്ലിയോസോം എന്ന് വിളിക്കുന്നു. ആ ന്യൂക്ലിയോസോമുകൾ കൂടി ചേർന്ന് ക്രൊമാറ്റിഡുകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ ആരുമുണ്ട്? സെൻട്രോമിയറും ഉണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് 2 ടൈപ്പ് ക്രോമസോമുകളെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാ?
ഒന്ന് സ്വരൂപ ക്രോമസോം അല്ലെങ്കിൽ സൊമാറ്റിക് ക്രോമസോം എന്ന് പറയും. രണ്ടാമത്തത് ലിംഗനിർണയ ക്രോമസോം അല്ലെങ്കിൽ സെക്സ് ക്രോമസോമുകളാണ്. അതായത് ഇപ്പം നമുക്കറിയാം നമ്മുടെ നമ്മളെ കാണുമ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, പിന്നെ ആളുടെ മകനാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ നമ്മളോട് എന്ത് ചെയ്യാറുണ്ട്, കാണാൻ ഇങ്ങനെയുണ്ട് അല്ലെങ്കിൽ അച്ഛനെ പോലെ ഉണ്ട്, കണ്ടിട്ട് അമ്മേനെ പോലെ ഒന്നൊക്കെ പറയാറില്ല. അതായത് നമുക്ക് നമ്മുടെ പാരൻസിൻ്റെ എന്തുണ്ട് ചില ഫീച്ചേഴ്സ്, അതിപ്പോൾ പറഞ്ഞ പോലെ കണ്ണിൻ്റെതാകാം, ചിരിക്കുന്നതാകാം, അല്ലെങ്കിൽ സ്കിന്നിൻ്റെ കളറാകാം, പിന്നെ ഹെയറിൻ്റെ സ്ട്രക്ചർ ആകാം, ചില കാര്യങ്ങൾ എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ പാരൻസിനെ അതേപോലെ സൗണ്ട് പോലും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ഒരുപോലെ വരാറുണ്ട്. അപ്പോൾ ഇതിന് കാരണമാകുന്ന തരം ക്രോമസോമുകളാണ്. അതായത് നമ്മുടെ ശാരീരിക സവിശേഷതകളുണ്ടല്ലോ, നമ്മുടെ ശാരീരിക സവിശേഷതകൾക്ക് കാരണമാകുന്ന ക്രോമസോമുകളുണ്ട്. ശാരീരിക സവിശേഷതകൾക്ക് കാരണമാകുന്ന ക്രോമസോമുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്വരൂപ ക്രോമസോമുകൾ എന്ന് വിളിക്കും. ഓക്കെ, അതിലൊന്ന് നമുക്ക് അത് പ്രധാനമായിട്ട് 22 ജോഡിയാണ്. ഒരു ജോഡി എന്ന് പറയുമ്പോൾ 2 എണ്ണമാണല്ലോ. 22 ജോഡി എന്ന് പറയുമ്പോൾ എത്ര, മൊത്തം എണ്ണം പറയുകയാണെങ്കിൽ 44 എണ്ണമാണ് ഇതിൽ വരിക, സ്വരൂപ ക്രോമസോമുകളിൽ വരിക. 44 എണ്ണം. ഓക്കെ, 44 എണ്ണം. അപ്പോൾ ഒരു ജോഡിയിൽ ഒന്ന് മാതാവിൻ്റെ ആയിരിക്കും, ഒന്ന് പിതാവിൻ്റെ ആയിരിക്കും. ഇനി മൊത്തം എത്രയാണ്, നമുക്ക് ലിംഗനിർണയ ക്രോമസോമുകളുണ്ട്. ലിംഗനിർണയ ക്രോമസോമുകൾ എത്രയാണ്, 2 തരമാണുള്ളത്. 2 തരം ലിംഗനിർണയ ക്രോമസോമുകളുണ്ട്. ഒന്ന് എക്സ് ആണ്, രണ്ടാമത്തത് വൈ ആണ്. ഒന്ന് എക്സ് ക്രോമസോമും ഒന്ന് വൈ ക്രോമസോമും. അതായത് ഒരാൾ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് തീരുമാനിക്കുന്നത് ഏത് ക്രോമസോമാണ്, ഈ പറയുന്ന ലിംഗനിർണയ ക്രോമസോമാണ്. ഇപ്പോൾ 22 ജോഡി സ്വരൂപ ക്രോമസോമുകൾ എന്ത് തീരുമാനിക്കുന്നു, നമ്മുടെ ശാരീരിക സവിശേഷത, നമ്മുടെ ഉയരം, നമ്മുടെ നിറം, കണ്ണിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ കണ്ണിലെ കൃഷ്ണമണിയുടെ നിറം, അതുപോലെ മുടിയുടെ കളറ്, മുടിയുടെ ടെക്സ്ചർ തുടങ്ങിയൊക്കെ തീരുമാനിക്കുന്ന ഈ പറയുന്ന സൊമാറ്റിക് ക്രോമസോം അല്ലെങ്കിൽ സ്വരൂപ ക്രോമസോമും. നമ്മൾ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് തീരുമാനിക്കുന്ന ആരാണ്, ലിംഗനിർണയ ക്രോമസോമാണ്. ഓക്കെ, ലിംഗനിർണയ ക്രോമസോമാണ് തീരുമാനിക്കുന്നത്. ഇനി വലിപ്പം നോക്കിയാൽ പൊതുവെ എക്സ് ക്രോമസോമുകളെ അപേക്ഷിച്ച് വൈ ക്രോമസോം എന്താണ്, എക്സ് വലുതും വൈ ചെറുതുമാണ്. ഓക്കെ, എക്സ് വലുതും വൈ ചെറുതുമാണ്, ഓർത്ത് വെക്കണേ. അതേപോലെ തന്നെ എന്താണ്, ഈ വൈ ക്രോമസോം ഉണ്ടല്ലോ, ഈ വൈ ക്രോമസോമിൽ ഒരു ജീൻ ഉണ്ട്, അതാണ് SRY ജീൻ എന്ന് പറയും. നമുക്കറിയാം DNA ഉപയോഗിച്ചിട്ടാണല്ലോ ക്രോമസോം നിർമ്മിച്ചിരിക്കുന്നത്. ഈ DNA ഒരു ചെറിയ ഭാഗം നമ്മൾ മുറിച്ചെടുത്താൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ജീൻ എന്ന് വിളിക്കുന്നത്. അതൊക്കെ മനസ്സിലാക്കണേ. അതായത് ഒരു DNA ഒരു ചെറിയൊരു കഷ്ണം നമ്മൾ മുറിച്ചെടുത്താൽ അതിനെ ജീൻ എന്ന് വിളിക്കും. അപ്പോൾ ഈ പറയുന്ന അതിൽ കാണപ്പെടുന്ന വൈ ക്രോമസോമിൽ കാണപ്പെടുന്ന ഒരു ജീനിന്റെ പേരാണ് SRY ജീൻ. ഈ SRY ജീനാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അമ്മയുടെ വയറ്റിൽ വളരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതിനെ നമ്മൾ എന്ത് വിളിക്കും, ഭ്രൂണാവസ്ഥ എന്ന് പറയില്ലേ. അപ്പോൾ ആ ഭ്രൂണമായിരിക്കുന്ന സമയത്ത് വൃഷണങ്ങൾ, അതായത് മെയിലിൽ ആൺകുട്ടികളിൽ എന്താണ്, വൃഷണത്തിന്റെ വികാസത്തിന് കാരണമാകുന്നത് ഈ പറയുന്ന വൈ ക്രോമസോമിൽ കാണപ്പെടുന്ന ഏതാണ്, SRY ജീനുകളാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നമുക്കറിയാം XX ആണെങ്കിൽ അത് ആരാണ്, ഫീമെയിലും, XY ആണെങ്കിൽ ആരുമാണ്, മെയിലുമാണ്. ഈ വൈ പാർട്ട് വരുന്നതാണ് മെയില്. അപ്പോൾ വൈയിൽ കാണപ്പെടുന്ന ഒരു ജീനാണ് ഏത്, SRY ജീന്. ഓക്കെ, ആ SRY ജീനാണ് എന്ത് ചെയ്യുക, മെയിൽ ആൺകുട്ടികൾ ഭ്രൂണമായിരിക്കുന്ന സമയത്ത്, അമ്മയുടെ വയറ്റിൽ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ വൃഷണത്തിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഏതാണ്, ഈ പറയുന്ന SRY ജീനുകളാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പം 22 ജോഡി സ്വരൂപ ക്രോമസോമുകൾ, പിന്നെന്താണ്, ഒരു ജോഡി ഏത് ലിംഗനിർണയ ക്രോമസോം കൂടെ കൂടി ചേർന്ന് മൊത്തം 23 ജോഡി ആയിരിക്കും. അതായത് 46 എണ്ണമായിരിക്കും എന്ത്, ക്രോമസോമുകളുടെ എണ്ണം ഉണ്ടായിരിക്കുക. അപ്പം അതിൽ XX വന്നാൽ ഫീമെയിലും XY വന്നാൽ മെയിലും ആയിരിക്കും. വൈയിൽ അടങ്ങിയിരിക്കുന്ന SRY ജീനാണ് എന്തിന് കാരണമാകുന്നത്, ഭ്രൂണാവസ്ഥയിൽ നമ്മുടെ വൃഷണത്തിന്റെ വളർച്ചയ്ക്ക് കാരണമാകുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാൻ നോക്കിയാലോ. എന്താ അവിടെ കൊടുത്തിരിക്കുന്നത്, അവിടെ കൊടുത്തിരിക്കുന്നത് മെയിൽ അഥവാ മെയിലും ഫീമെയിലും കൊടുത്തിട്ടുണ്ട്. അവരുടെ ജനിതക ഘടന എന്താണ്, ആകെ ക്രോമസോമുകളുടെ എണ്ണം, സൊമാറ്റിക് ക്രോമസോം അല്ലെങ്കിൽ സ്വരൂപ ക്രോമസോം എത്രയാ, അതുപോലെ തന്നെ സെക്സ് ക്രോമസോമുകൾ അല്ലെങ്കിൽ ലിംഗനിർണയ ക്രോമസോമുകൾ എത്ര എണ്ണമാണെന്നുള്ളത് ഫില്ല് ചെയ്യാനാണ്. അതൊന്നും നമ്മൾ അറിഞ്ഞിരിക്കണം, അത് പഠിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ജനിതക ഘടന പറയുകയാണെങ്കിൽ എന്ത് പറയാം, ജനറ്റിക് സ്ട്രക്ചർ ആണെങ്കിൽ സ്ത്രീകളിൽ എങ്ങനെയാണ്, മൊത്തം നമുക്കറിയാം 46 ആണ് വേണ്ടത്. 44 സ്വരൂപ ക്രോമസോമുകൾ അല്ലെങ്കിൽ സൊമാറ്റിക് ക്രോമസോമിന്റെ കൂടെ ഏത് ലിംഗനിർണയ ക്രോമസോം ആകുമ്പോഴാണ് ഫീമെയിൽ ആവുക, XX ആണ്. അപ്പോൾ അവരുടെ ജനിതക ഘടന എന്താ, 44 + XX ആണ്. മെയിലിന്റെ കേസിൽ എങ്ങനെയാണ്, 44 + എന്ത് വരും, XY എന്ന് വരും. 44 + XY എന്ന് വരും. അപ്പോൾ ടോട്ടൽ ക്രോമസോം രണ്ട് പേരിലും എത്ര തന്നെയാണ് ഉണ്ടാവുക, 23 ജോഡി അഥവാ 46 എണ്ണം. ഇവിടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് രണ്ടിലും എത്ര വരും, 46 എന്ന് വരും. ഇനി സ്വരൂപ ക്രോമസോം എടുത്താൽ സെയിം അല്ലേ, സ്വരൂപ ക്രോമസോം രണ്ട് പേരിലും 22 ജോഡി, അത് സെയിം ആണ്. അപ്പോൾ എത്ര എണ്ണം ഉണ്ടാവും, 22 ജോഡി എന്ന് പറയുമ്പോൾ 44 എണ്ണം ഉണ്ടാവും. ഇനി ലിംഗനിർണയ ക്രോമസോമുകളുടെ എണ്ണവും തരവും,
എത്ര ലിംഗനിർണയ ക്രോമസോം ഉണ്ടാവും? ഒരു ജോഡി എന്ന് പറയുമ്പോൾ രണ്ട് പേർക്കും 2 എണ്ണമാണ് ഉണ്ടാവുക. എന്നാൽ ഫീമെയിൽ അത് എങ്ങനെയായിരിക്കും? ആ രണ്ടും ഏതായിരിക്കും? എക്സ് ആയിരിക്കും അല്ലേ? ഫീമെയിലിൻ്റെ കേസിൽ അത് രണ്ടും എക്സ് ആയിരിക്കും. മെയിലിൻ്റെ കേസിൽ എങ്ങനെയാണ്? ഒരു എക്സും ഒരു വൈയും ആയിരിക്കും എന്താണ് അവരുടെ ക്രോമസോം ഉണ്ടാവുക. ഒരു എക്സും ഒരു വൈയും ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഫീമെയിൽ എടുക്കുകയാണെങ്കിൽ അവരുടെ ജനിതഘടന 44+XX ആണ്. പുരുഷന്മാരുടേത് 44+XY ആണ്. ആകെ ക്രോമസോമുകൾ രണ്ടുപേരിലും 46 ആണ്. സ്വരൂപ ക്രോമസോം അഥവാ സൊമാറ്റിക് ക്രോമസോം എത്ര തന്നെയാണ്? 44 ആണ്. സെക്സ് ഹോർമോൺ അഥവാ ലിംഗനിർണയ ക്രോമസോമുകൾ 2 എണ്ണമാണ്. ഒരാളിൽ XXും ഒരാളിൽ എന്താണ് XYയുമാണ്. എന്നാൽ ചില മനുഷ്യർക്ക് എന്തുണ്ടാകുന്നറിയോ? ഈ പറയുന്ന രീതിയിലായിരിക്കില്ല അവരുടെ ഈ പറയുന്ന സെക്സ് ക്രോമസോമുകൾ അഥവാ ലിംഗനിർണയ ക്രോമസോമുകൾ. അതുമൂലം അവർ ചിലതരം എന്താണ് നമ്മുടെ നോർമൽ ഇതിൽ നിന്നും ചില ഡീവിയേഷൻസ് ബിഹേവിയർ അഥവാ ഫിസിക്കലി എന്ത് ചെയ്യുന്നു? ചില ബിഹേവിയർ ഡിഫറൻസ് കാണിക്കാറുണ്ട്. അതിലൊന്നാണ് ഈ പറയുന്ന 44+X0 എന്ന് പറയുന്ന അവസ്ഥ. ശരിക്കും എന്താ? ഒന്നെങ്കിൽ ഇവിടെ XXോ അല്ലെങ്കിൽ XYയോ ആണ് വേണ്ടത്. അതിന് പകരം എന്താ? 44 സ്വരൂപ ക്രോമസോം ഉണ്ട്. അതിൽ വ്യത്യാസമൊന്നുമില്ല. എന്തില്ല? 2 ലിംഗനിർണയ ക്രോമസോം സെക്സ് ക്രോമസോമിൽ ഒന്ന് കുറവാണ്. അപ്പോൾ ഒരു എക്സ് ക്രോമസോം മാത്രമേ ഉള്ളൂ, ഒരു എക്സ് ക്രോമസോം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരാരാണ്? സ്ത്രീകളാണ്. ആ അസുഖത്തിന് വിളിക്കുന്ന പേരാണ് ടണ്ണർ സിൻഡ്രോം എന്ന് പറയും. അതായത് എന്താണ്? 44+X0 എന്ന അവസ്ഥയിൽ എന്ന രീതിയിൽ എന്തുള്ളത്? ക്രോമസോം അല്ലെങ്കിൽ ജനിതക ഘടനയുള്ളവർക്ക് ടണ്ണർ സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥയാണ്. XY ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മെയിലാണെന്ന് പറയാം. ഇത് XY ഇല്ല, ഒരു എക്സ് മാത്രം. അപ്പോൾ ആരാണ്? അവർ ഫീമെയിലാണ്. പക്ഷെ ആ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോർമലി നമുക്കറിയാം പെൺകുട്ടികൾക്ക് എന്തുണ്ട്? ഒരു കൗമാര പ്രായമൊക്കെ ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ചില ചേഞ്ചസ് അവരുടെ ബോഡി ചേഞ്ചസ് ഉണ്ടാവും. അതായത് പീരിയഡ്സ് ഉണ്ടാവും, ബ്രസ്റ്റ് ഡെവലപ്മെന്റ് ഉണ്ടാവും, ഇങ്ങനെയുള്ള ശാരീരിക മാറ്റങ്ങൾ ഉണ്ടാവും. ഇവർ സ്ത്രീകളാണെങ്കിലും ഈ പറയുന്ന ലക്ഷണങ്ങളൊന്നും ആർക്കുണ്ടാവില്ല. ടണ്ണർ സിൻഡ്രോം ബാധിച്ച അല്ലെങ്കിൽ ടണ്ണർ സിൻഡ്രോം എന്ന് പറയുന്ന ജനിതക അവസ്ഥയിലുള്ള ആർക്കുണ്ടാവില്ല? ഫീമെയിൽസിനുണ്ടാവില്ല. അവർക്ക് ഈ പറയുന്ന നോർമൽ എന്താണ് പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന എന്താണ് ജനിതക ഘടന അല്ലെങ്കിൽ ഈ പറയുന്ന ആ ഒരു ഏജിൽ ഉണ്ടാകുന്ന കൗമാര കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന സ്ത്രീ ലൈംഗിക ലക്ഷണങ്ങളൊന്നും എന്തുണ്ടാവില്ല? അവർക്ക് ഉണ്ടാവില്ല. ഇനി അടുത്തതാണ് 44+XXX ആണ്. അതിനെ ആ പേരിൽ തന്നെ ഉണ്ട്. എന്ത് സിൻഡ്രോം എന്ന് വിളിക്കുന്നു? XXX സിൻഡ്രോം എന്നാണ് വിളിക്കുക. എല്ലാം എക്സ് ആണല്ലോ. അപ്പോൾ അവരാരായിരിക്കും? സ്ത്രീകളായിരിക്കും. ഓക്കെ, അവരാരായിരിക്കും? സ്ത്രീകളായിരിക്കും. ഇനി അടുത്തത് 44+XXY ആണ്. നോക്കിയേ, XY എന്ന് പറയുന്നത് പുരുഷനാണ്, നമുക്കറിയാം. അതിൻ്റെ കൂടെ ഒരു അഡീഷണലി എന്ത് വന്നിരിക്കുന്നു? എക്സും കൂടെ വന്നിരിക്കുന്നു. ആ രോഗത്തെ വിളിക്കുന്ന എന്താണ്? ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം എന്നാണ് വിളിക്കുക. എന്താണ്? ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം എന്നാണ് അതിനെ വിളിക്കുക. XY ഉള്ളത് കൊണ്ട് അവരാരാണ്? മെയിലാണ്. അതാണ്, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. X0 എക്സ് മാത്രമേ ഉള്ളൂ. ഫീമെയിൽ XXX ആണ്, അതും ഫീമെയിൽ. അതിലൊന്ന് ടണ്ണർ സിൻഡ്രോം, 2 XXX സിൻഡ്രോം ആണ്. ഇനി 44+XXYയിലേക്ക് വന്നാൽ എന്താ? XY ഉള്ളത് കൊണ്ട് തന്നെ അവർ മെയിലാണ്. പക്ഷേ ഒരു അഡീഷണലി ഒരു എക്സ് കൂടെ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്? ഇവർക്ക് സ്ത്രീ ലൈംഗിക ലക്ഷണങ്ങൾ കാണിക്കും. അതായത് സ്ത്രീ ലിംഗത്തിന്റെ ലക്ഷണങ്ങളും എന്ത് ചെയ്യും? ഇവർ കാണിക്കും. അതായത് ഇവർക്ക് പുരുഷ ലിംഗാവയവങ്ങൾ അല്ലെങ്കിൽ പുരുഷ ലൈംഗിക അവയവങ്ങളും ഉണ്ടാകും. എന്നാൽ ചില സ്ത്രീ ലൈംഗിക ലക്ഷണങ്ങളും അല്ലെങ്കിൽ സ്ത്രീ ലിംഗ ലക്ഷണങ്ങളും എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള ആൾക്കാർ കാണിക്കും. അപ്പോൾ അവരുടെ ജനിതക ഘടന എന്ന് പറഞ്ഞാൽ എന്താ? 44+XXY. XY ആകുമ്പോൾ പുരുഷനായി, പിന്നെ ഒരു അഡീഷണൽ എക്സും കൂടെ വരുന്നു. അതുകൊണ്ട് അവർക്ക് എന്ത് ലക്ഷണങ്ങളോട് അഡീഷണലി കാണിക്കപ്പെടുന്നു? സ്ത്രീ ലിംഗ ലക്ഷണങ്ങളും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? കാണിക്കുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ലാസ്റ്റത്തെ എന്താ? 44+XYY ആണ്. ഇവിടെ നോക്കിയേ, XY ആയാൽ പുരുഷനായി, ഒരു അഡീഷണൽ എന്ത് ചെയ്തിരിക്കുന്നു? ഒരു Y ക്രോമസോം ഉണ്ട്. അപ്പം എന്തായാലും അവർ എന്ത് തന്നെയാണ്? മെയിൽസ് ആണ്, അഥവാ പുരുഷന്മാരാണ്. XYY സിൻഡ്രോം എന്ന് തന്നെയാണ് എന്ത് ചെയ്യുക? ആ അവസ്ഥ അറിയപ്പെടുന്നത്. അപ്പോൾ X0 ആകുമ്പോൾ എന്ത് പേര്? XXX ആകുമ്പോൾ ഏത് പേര്? XX by, അതായത് XXY ആവുമ്പോൾ എന്ത്? XYY ആവുമ്പോൾ എന്ത്? രോഗങ്ങൾ മാറാതെ പഠിക്കണം. അവർ ഓരോരുത്തരും മെയിലാണോ ഫീമെയിൽ ആണോ എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. എക്സ് മാത്രമേ ഉള്ളെങ്കിൽ ഉറപ്പായിട്ടും അവർ ആരായിരിക്കും? ഫീമെയിൽ ആയിരിക്കും. എക്സും വൈയും വന്നാൽ ആരായിരിക്കും? അവർ മെയിൽ ആയിരിക്കും. ആ രണ്ട് കാര്യം അറിയാലോ. അഡീഷണലി ഒരു എക്സ് വരുമ്പോൾ അവർക്ക് മെയിൽ എന്താണ്? ലൈംഗിക അവയവങ്ങളുടെ കൂടെ എന്താണ്? സ്ത്രീലിംഗ ലക്ഷണങ്ങളും എന്ത് ചെയ്യുന്നു? കാണിക്കുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ആ രോഗങ്ങളുടെ പേരുകളും എന്ത് ചെയ്യുക? മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ആരെ പറ്റി പഠിച്ചല്ലേ? DNA പറ്റി പഠിച്ചല്ലേ? DNA പറ്റി ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഈ DNA എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഫുൾ ഫോം? ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണല്ലേ. അതേപോലെ തന്നെ ഒരു ന്യൂക്ലിക് ആസിഡ് നമ്മുടെ ശരീരത്തുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? RNA എന്ന് വിളിക്കുക. DNAക്ക് നമുക്കറിയാം ഒരു ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ആണ്, അഥവാ ചുറ്റുഗോവണി മാതൃകയായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന DNA കാണപ്പെടുക. എന്നാൽ ഒരു ഇഴകൾ മാത്രമുള്ള അല്ലെങ്കിൽ ഒരു ഇഴകളോട് കൂടി കാണപ്പെടുന്ന ഒരു തരം ന്യൂക്ലിക് ആസിഡ് ആണ് RNA എന്ന് വിളിക്കും. അപ്പം അതിൻ്റെ ഫുൾ ഫോം അറിഞ്ഞിരിക്കണം. എന്താ? റൈബോ
ന്യൂക്ലിക് ആസിഡ് ആണ്. റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ്. റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് ആരുടെ പേര്? ഈ പറയുന്ന RNAയുടെ പേര്. ഇത് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, ഇത് റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് ആരുടെ പേര്? RNAയുടെ പേര്. എന്തിനാണ് ഈ RNAയുടെ ഡ്യൂട്ടി? നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കണമെങ്കിൽ ഈ പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഈ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കപ്പെടണം. ഈ പ്രോട്ടീനുകളുടെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആരാണ്? ഈ പറയുന്ന RNA ആണ്, അല്ലേ? ഈ പ്രധാന, അതായത് പ്രോട്ടീൻ, നമ്മുടെ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പ്രോട്ടീൻ്റെ ഉൽപ്പാദനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആളാണ് RNA. അപ്പം നമ്മളിവിടെ പഠിച്ചു വെക്കേണ്ടത് DNA-യും RNA-യും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. DNA-യിൽ നമുക്കറിയാം എത്ര ഇഴകളുണ്ട്? 2 ഇഴകളുണ്ട്, അല്ലേ? 2 സൈഡിലും ഇഴകളുണ്ട്. അതായത് നമ്മളൊരു സ്റ്റെയർ കേസിൽ പോകുമ്പോൾ 2 സൈഡിലും ഹാൻഡ് റെയിലുകളില്ലേ നമ്മൾ പിടിച്ചു പോകുന്നത്, അങ്ങനെ ഓർക്കുക. 2 സൈഡിലുള്ളതാണ് ആര്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. എന്നാൽ റൈബോ ന്യൂക്ലിക് ആസിഡിലേക്ക് വരുമ്പോൾ എത്ര ഇഴകൾ മാത്രമേ ഉള്ളൂ? 1 ഇഴകൾ മാത്രമേ ഉള്ളൂ. ഇനി പഞ്ചസാര തന്മാത്രയുടെ പേര് ഇവിടെ പേരിൽ തന്നെ ഉണ്ട്. ഡിയോക്സി റൈബോ പഞ്ചസാരയാണ്. എന്താണ്? ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്. ഡിയോക്സി റൈബോസ് പഞ്ചസാര അല്ലെങ്കിൽ ഡിയോക്സി റൈബോസ് ഷുഗർ എന്ന് എഴുതണം. ഇവിടെ RNA ആണ്. അപ്പോൾ ആരെയാണ്? ഇവിടുത്തെ പഞ്ചസാരയുടെ തരം എന്ന് പറയുന്നത് ഏതാണ്? റൈബോസ് ഷുഗർ ആണ്. റൈബോസ് ഷുഗർ അല്ലെങ്കിൽ റൈബോസ് പഞ്ചസാര എന്ന് എഴുതണം. അപ്പോൾ കമ്പാരിസൺ ഇമ്പോർട്ടൻ്റ് ആണ്. DNA-യിൽ 2 ഇഴകളുണ്ട്. അവിടെ പഞ്ചസാര തന്മാത്രയുടെ തരം എന്ന് പറയുന്നത് എന്താ? ഡിയോക്സി റൈബോസ് ആണ്. ഇനി RNA-യുടെ കേസിലേക്ക് വരികയാണെങ്കിൽ RNA-യുടെ കേസിൽ എന്താണ്? ഇഴകളുടെ എണ്ണം 1 ഉള്ളൂ. അവിടെ പഞ്ചസാര തന്മാത്രയുടെ തരം എന്ന് പറയുന്നത് എന്താണ്? റൈബോസ് ഷുഗർ ആണ്. ഇനി നൈട്രജൻ ബേസിലേക്ക് വന്നാലോ? നൈട്രജൻ ബേസ് ഏതൊക്കെയാണുള്ളത്? ഇവിടെ നമ്മൾ പഠിച്ചു. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇത്രയുമായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? ഈ പറയുന്ന DNA-യുടെ കേസിലുണ്ടായിരുന്നു. ഇവിടേക്ക് വരുമ്പോൾ ഒരാൾ മാറിപ്പോയി. ആര് മാറി? ആർക്ക് പകരം ആര് വരും? നമ്മളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. ഇവിടെ വരുന്ന ആരൊക്കെയാ? അഡിനിൻ ഉണ്ട്, തൈമിൻ ഇല്ല. തൈമിന് പകരം ആരാ ഉള്ളത്? യുറാസിലാണുള്ളത്. ആരാണുള്ളത്? യുറാസിൽ. പിന്നെ ഗ്വാനിനുണ്ട്, അതുപോലെ തന്നെ സൈറ്റോസിൻ ഉണ്ട്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് DNA-യിൽ നിന്നും RNA-യിലേക്ക് പോകുമ്പോൾ തൈമിന് പകരം ആര് വരും? യുറാസിൽ വരും. ആര് വരും? യുറാസിൽ വരും. ഈ ഒരു കാര്യം ഓർത്തിരിക്കണം. എന്തൊക്കെയാ കമ്പയർ ചെയ്താൽ വേഗം പറയുകയാണെങ്കിൽ DNA-ക്ക് 2 ഇഴകൾ, RNA-ക്ക് 1 ഇഴകൾ. DNA-യിലുള്ളത് ഡിയോക്സി റൈബോസ് പഞ്ചസാരയാണെങ്കിൽ RNA-യിലുള്ളത് റൈബോസ് പഞ്ചസാരയാണ്. അവിടുത്തെ നൈട്രജൻ ബേസുകൾ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആണ്. ഈ RNA-യിലേക്ക് വരുമ്പോൾ തൈമിന് പകരം ആര് വരും? ഇമ്പോർട്ടൻ്റ് ആണ്, യുറാസിൽ. ആര് വരും? യുറാസിലാണ് വരിക. അപ്പോൾ പേരുകൾ തന്നിട്ട് ചോദിക്കാം. എപ്പോഴും ഓർത്തിരിക്കണം, അഡിനിൻ തൈമിനുമായിട്ടും ഗ്വാനിൻ സൈറ്റോസിനുമായിട്ടുമാണ് എന്ത് ചെയ്യുക? പേര് നടക്കുക. അപ്പോൾ ആ തന്നിട്ടുള്ള പേരുകളിൽ ശരിയായത് ഏതെന്നൊക്കെ ചോദിക്കാം. ആ പേരുകൾ തന്നിട്ട് അത് RNA ആണോ DNA ആണോ എന്നും ചോദിക്കാം. അപ്പം യുറാസിൽ ഉണ്ടെങ്കിൽ അത് എന്താ ഉറപ്പിക്കാം? നമുക്ക് RNA ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യാം? അവിടെ കൺഫേം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ് പ്രോട്ടീൻ നിർമ്മാണം. നിങ്ങൾ ഓണത്തിനുള്ള എക്സാം തൊട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണും, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ചോദ്യമാണ് ഈ ചിത്രമോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യം. എന്താ ഇത്? പ്രോട്ടീൻ നിർമ്മാണമാണ്. എന്താ പ്രോട്ടീൻ? അതായത് നമ്മുടെ ശരീരത്തിലുള്ള ശാരീരിക പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആളാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഈ പ്രോട്ടീൻ നിർമ്മിക്കുന്നതിൽ പങ്കുവഹിക്കുന്ന ആരാണ്? നമ്മുടെ DNA-യും RNA-യും ഒക്കെ ചേർന്നിട്ടുള്ളൊരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീനുകൾ നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ പ്രോട്ടീൻ നിർമ്മാണത്തിൽ പ്രധാനമായിട്ടും 2 സ്റ്റെപ്പുകളാണ് അല്ലെങ്കിൽ 2 ഇതാണുള്ളത്. ഒന്ന് ട്രാൻസ്ക്രിപ്ഷനും 2 ട്രാൻസ്ലേഷനുമാണ്. ഈ ട്രാൻസ്ക്രിപ്ഷൻ എവിടെ നടക്കുന്നു? ഓരോ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണം. ഓരോ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ന്യൂക്ലിയസിലാണ്. ട്രാൻസ്ലേഷൻ നടക്കുന്ന എവിടെയാണ്? കോശദ്രവ്യത്തിലാണ്. എവിടെയാണ് നടക്കുക? കോശദ്രവ്യത്തിലാണ്. കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം, കോശദ്രവ്യത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ട്രാൻസ്ലേഷൻ നടക്കുക. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ എവിടെ നടക്കുന്നു? ന്യൂക്ലിയസിൽ നടക്കുന്നു. ട്രാൻസ്ലേഷൻ കോശദ്രവ്യത്തിൽ നടക്കുന്നു. എന്താ ട്രാൻസ്ക്രിപ്ഷനിൽ നടക്കുന്നത്? നമുക്കറിയാം, ഈ കൊടുത്തിരിക്കുന്ന ആളാണ് ആര്? DNA ഉണ്ട്. DNA-യുടെ ഇങ്ങനെ ഇഴകൾ ഇങ്ങനെ പോവാണ്. ഈ DNA-യുടെ ഒരു സെക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ജീൻ എന്ന് വിളിക്കുക. ഇപ്പോൾ DNA-യിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ DNA-യിലാണ് എല്ലാ ഇൻഫർമേഷനും, നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ എല്ലാ കൺട്രോൾ ചെയ്യേണ്ട വിവരങ്ങളും ഒരു കമ്പ്യൂട്ടറിലെ പോലെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആരിലാണ്? DNA-യിലാണ്. ഈ DNA-യിലെ ചില ജീനുകൾ ചില എൻസൈമിൻ്റെ സഹായത്താൽ
എന്ത് നിർമ്മിക്കുന്നു? mRNA എന്ത് ചെയ്യുന്നു? രൂപപ്പെടുത്തുന്നു. mRNA, അതായത് 3 RNAകളെ പറ്റി നമ്മൾ പഠിക്കും. അതിലെ ഫസ്റ്റ് RNA ആണ് mRNA. അതിൻ്റെ പൂർണ്ണ രൂപം എന്താ? മെസ്സഞ്ചർ RNA എന്ന് പറയും. അതായത് നമ്മുടെ DNA ഉണ്ട്, ആ DNA എന്ത് ചെയ്യും? ചില ജീനുകളും അവിടുത്തെ ചില എൻസൈമുകളുടെ സഹായത്താൽ എന്ത് രൂപപ്പെടുത്തും? mRNA അഥവാ മെസ്സഞ്ചർ RNA രൂപപ്പെടുത്തും. എന്താ ഈ മെസ്സഞ്ചർ RNAയുടെ ഡ്യൂട്ടി? മെസ്സഞ്ചർ RNA അതൊരു മെസ്സേജാണ്, അതിലുള്ള ഒരു മെസ്സേജ് ആണെന്ന് വിചാരിക്കുക. ആ മെസ്സേജിലാണ് എന്ത് പ്രോട്ടീൻ നിർമ്മിക്കണം എന്ന വിവരം ആരുടെയിലാണ് ഉള്ളത്? ഈ പറയുന്ന mRNAയിലുണ്ട്. ഈ mRNA ആ വിവരം എടുത്തുകൊണ്ട് എങ്ങോട്ടേക്ക് വരും? അത് എവിടെയാണ് നടക്കുക? ഇത് ന്യൂക്ലിയസിലാണ് ഈ പ്രവർത്തനം നടക്കുക. ന്യൂക്ലിയസിൽ നിന്നും മെല്ലെ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് വരുന്നു. ഈ പുറത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ആർക്ക് കൈമാറുന്നു? ഇത് റൈബോസോമിലേക്ക് എത്തിക്കുന്നു. റൈബോസോം എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതൊരു എന്താണ്? കോശാംഗമാണ് അല്ലേ? കോശാംഗമാണ്. അപ്പോൾ ഈ കോശാംഗമായ റൈബോസോമിൽ എത്തിക്കുന്നു. റൈബോസോം എന്ത് ചെയ്യും? ഈ മെസ്സഞ്ചർ RNA എന്ത് ചെയ്യും? റീഡ് ചെയ്യും. എന്താണ് ഇയാൾ കൊണ്ടുവന്ന വിവരം എന്ത് ചെയ്യും എന്നുള്ള കാര്യം എന്ത് ചെയ്യും? ഈ പറയുന്ന റൈബോസോം എന്ത് ചെയ്യും? റീഡ് ചെയ്യും. എന്നിട്ട് അന്നേരം നമുക്ക് മനസ്സിലാവും. നമുക്കറിയാം, പ്രോട്ടീൻ നിർമ്മിക്കണമെങ്കിൽ ആര് വേണം? അമിനോ ആസിഡുകൾ വേണം. അമിനോ ആസിഡുകൾ കൊണ്ടാണ് ആര് നിർമ്മിക്കുന്നത്? പ്രോട്ടീൻ നിർമ്മിക്കുന്നത്. അപ്പം പ്രോട്ടീൻ നിർമ്മിക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവരുന്ന ആരാണ്? ഈ പറയുന്ന ന്യൂക്ലിയസിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ DNA സഹായത്താൽ നിർമ്മിക്കപ്പെട്ട mRNA ആണ്. അത് ന്യൂക്ലിയസിൽ നിന്ന് വിവരങ്ങൾ എവിടെ എത്തിക്കുന്നു? റൈബോസോമിലേക്ക്. ഇതാ ഇങ്ങനെ കൊണ്ടുവന്ന് റൈബോസോമിന് കൊണ്ട് കൊടുക്കുന്നു. ഈ റൈബോസോം എന്ത് ചെയ്യും? ഈ മെസ്സേജ് വായിക്കും. അപ്പം മെസ്സേജ് വായിക്കുമ്പോൾ റൈബോസോമിന് മനസ്സിലാകും ഇത് നിർമ്മിക്കാൻ എന്തെല്ലാം ഏത് വേണം? അമിനോ ആസിഡുകൾ വേണം. ആ അമിനോ ആസിഡുകൾ എത്തിക്കുന്ന ഡ്യൂട്ടിയാണ് ആർക്കുള്ളത്? tRNA അഥവാ ട്രാൻസ്ഫർ RNAക്കുള്ളത്. ഓക്കെ, ഈ പറയുന്ന മെസ്സേജിലെ പ്രോട്ടീൻ നിർമ്മിക്കാൻ എന്തെല്ലാം RNAകൾ വേണോ അല്ലെങ്കിൽ എന്തെല്ലാം അമിനോ ആസിഡുകൾ വേണോ അത് എത്തിച്ചു കൊടുക്കുന്ന ആളാണ് ആര്? tRNA അഥവാ ട്രാൻസ്ഫർ RNA എന്ന് പറയും. അപ്പോൾ ട്രാൻസ്ഫർ RNA എന്ത് ചെയ്തു? അമിനോ ആസിഡുകളെ എത്തിച്ചു കൊടുത്തല്ലോ. ആ അമിനോ ആസിഡുകളെ എത്തിച്ചു കൊടുത്താൽ RNA നമ്മൾ വിളിക്കും റൈബോസോമൽ RNA എന്ന് വിളിക്കും. RNA അഥവാ റൈബോസോമൽ RNA. ഈ റൈബോസോമൽ RNA എന്ത് ചെയ്യും? ഈ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് ആരെ നിർമ്മിക്കും? ഈ അമിനോ ആസിഡുകൾ വന്നു, വേറെ അമിനോ ആസിഡ് വന്നു, ഇതിനെല്ലാം അവിടെ കൂട്ടിച്ചേർത്തിട്ട് വേണ്ട ഏത് നിർമ്മിക്കും? പ്രോട്ടീൻ നിർമ്മിക്കും. അപ്പോൾ പ്രോട്ടീൻ നിർമ്മാണത്തിന് 2 ഘട്ടങ്ങളുണ്ട്, ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും. ട്രാൻസ്ക്രിപ്ഷൻ ന്യൂക്ലിയസിലാണ് നടക്കുന്നത്. ട്രാൻസ്ലേഷൻ എവിടെ നടക്കുന്നു? റൈബോസോമിലാണ് നടക്കുന്നത്. ട്രാൻസ്ക്രിപ്ഷനിൽ ആരാ ഉള്ളത്? ജീനുകളുടെ അല്ലെങ്കിൽ DNA ജീനുകൾ ചില എൻസൈമുകളുടെ സഹായത്താൽ മെസ്സഞ്ചർ RNA അഥവാ mRNA രൂപപ്പെടുത്തുന്നു. ഈ mRNAയിൽ എന്താണ് പ്രോട്ടീൻ നിർമ്മിക്കേണ്ടതെന്നുള്ള വിവരം ഉണ്ടാകും. ഇയാൾ ആ വിവരം കൊണ്ട് റൈബോസോമിന് കൊടുക്കുന്നു. റൈബോസോം അത് വായിക്കുമ്പോൾ ഏതൊക്കെ അമിനോ ആസിഡുകളാണ് വേണ്ടതെന്ന് മനസ്സിലാകും. അത് ആരോട് പറയും? tRNAയോട് പറയും. tRNA പോയിട്ട് എന്ത് ചെയ്യും? ആ ഓരോ അമിനോ ആസിഡിനെ പറക്കിക്കൊണ്ടുവരും. ആ കൊണ്ടുവരുന്ന അമിനോ ആസിഡിനെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീൻ നിർമ്മിക്കുന്ന ആരാണ്? ഈ പറയുന്ന റൈബോസോമർ RNA അഥവാ rRNA ആണ്. ഈ പാർട്ടുകൾ, ഈ ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓരോ ചിത്രവും പാർട്ടുകൾ അടയാളപ്പെടുത്തിയാൽ ഇത് ന്യൂക്ലിയസ് ആണ്, ഇത് mRNA ആണ്, DNA ആണ്. പാർട്ട് മനസ്സിലുണ്ടാവണം. ചിത്രം കണ്ടു കഴിഞ്ഞാലേ അത് ഏതുമായി ബന്ധപ്പെട്ടെന്നുള്ള കാര്യം ഓർമ്മ വരണം. നമ്മുടെ പ്രോട്ടീൻ സിന്തസിസുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളത് മനസ്സിലേക്ക് വരണം. ഓക്കെ, അപ്പോൾ നമ്മൾ 3 RNA പറഞ്ഞല്ലോ. അതിൽ ഒന്നാമത്തെ RNA ആണ്. ചിത്രം കണ്ടാൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞേ. ഈ RNA ഏതാ? ഇങ്ങനെ കുറേ വിവരങ്ങളുള്ള ഒരു ഡാറ്റ കണക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഈ ഷേപ്പിലുള്ള ആള്. ഇയാളാണ് ആര്? mRNA. ഇയാളാണ് ഇവിടുന്ന് വിവരം കൊണ്ടുവരുന്നത്, നമ്മുടെ ന്യൂക്ലിയസിൽ നിന്നും വിവരം കൊണ്ടുവരുന്നത്. ആ കൊണ്ടുവന്ന വിവരത്തിനനുസരിച്ച് അപ്പോൾ ആ വിവരങ്ങൾ കൊണ്ടുവരുന്നു. അതിൻ്റെ ഡ്യൂട്ടിയൊക്കെ നിങ്ങൾ ടെക്സ്റ്റിൽ എഴുതിയിട്ടുണ്ടാവും. mRNAയിലാണ് എന്തുള്ളത്? പറയുന്നത് DNA, പ്രോട്ടീൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവരമുള്ളത്. അപ്പോൾ അതിൽ അറിയാം ഏതൊക്കെ അമിനോ ആസിഡ് എന്ത് വേണം? ഈ പ്രോട്ടീൻ നിർമ്മാണത്തിന് വേണം. ഇതിനെ എത്തിച്ചു കൊടുക്കുന്ന ആളാണ് ആരുത്? ഇയാളുടെ പേരാണ് എന്ത്? tRNA എന്ന് പറയും. ചിത്രം കണ്ടു അറിയണം. ഏകദേശം ഒരു T പോലെ എന്ന് വേണം നമുക്ക് വിചാരിക്കാം. ഒരു T പോലെ ഷേപ്പിൽ പോലെയുള്ള ആളാണ് tRNA. ഈ tRNA എന്താണ്? ട്രാൻസ്ഫർ RNA ആണ്. ഇയാൾ എന്ത് ചെയ്യും? എന്തൊക്കെ വേണോ ആ വിവരങ്ങൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഏതൊക്കെ അമിനോ ആസിഡുകൾ വേണോ ആ അമിനോ ആസിഡുകളെ എത്തിച്ചു കൊടുക്കുന്ന ആളാണ് ആര്? ഈ പറയുന്ന tRNA എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു RNA ഉണ്ടല്ലോ, അതേതാ? റൈബോസോമൽ RNA ആണ്. ഓൾമോസ്റ്റ് ഒരു നമ്മുടെ മെസ്സഞ്ചർ RNA പോലെ തന്നെ ഇരിക്കുന്ന ആളാണ് ആര്? ഈ പറയുന്ന റൈബോസോമൽ RNA എന്ന് പറയുന്നത്. ഈ റൈബോസോമൽ RNA ആണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് ആരെ നിർമ്മിക്കുന്നത്? ഈ പറയുന്ന പ്രോട്ടീൻ നിർമ്മിക്കുന്നത്. അപ്പോൾ ഷേപ്പ് കാണും മനസ്സിലാവുന്നത് എങ്ങനെ ഇരിക്കുന്ന ആള് ആരാണ്? mRNA. വിവരങ്ങൾ കൊണ്ടുവരുന്ന ആള്. അതിനനുസരിച്ച് ടി കൊണ്ടുവരുന്ന ആളാണ് ആര്? ട്രാൻസ്ഫർ RNA. അതനുസരിച്ച് കൂട്ടിച്ചേർക്കുന്ന ആളാണ് ആര്? rRNA അഥവാ റൈബോസോമൽ RNA എന്ന് പറയുന്നത്. ചിത്രം പഠിച്ചു വെക്കണം. വിവിധതരം RNAകൾ ചിത്രം തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാനും അതിൻ്റെ ധർമ്മം, ഫംഗ്ഷനും എന്ത് ചെയ്യാം? എക്സാമിന് ചോദിച്ചേക്കാം.
ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ എന്താണ് സസ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വർഗ്ഗസംകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പ്രധാനമായിട്ടും മെൻ്റലിൻ്റെ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ നിങ്ങൾ മെൻ്റലിൻ്റെ കോൺട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ അവിടെ നോക്കി വെക്കണം. മെൻ്റൽ പ്രധാനമായിട്ടും 2 തരത്തിലാണ് എന്ത് ചെയ്യുന്നത് എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയായിരുന്നു? മോണോ ഹൈബ്രിഡ് ക്രോസും അതുപോലെ തന്നെ ഡൈ ഹൈബ്രിഡ് ക്രോസും. ആദ്യം അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ജോഡി, അതായത് എന്താണ്, ഒരു ജോഡി എന്ത് ചെയ്തു? ഒരു ജോഡി വിപരീത ഗുണങ്ങളെ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത്? അദ്ദേഹം പരീക്ഷണം നടത്തി. ഇവിടെ അദ്ദേഹം പരിഗണിച്ച ഗുണം എന്താ? ഉയരം എന്ന് പറയുന്ന ഒരു ഗുണമാണ് അദ്ദേഹം എടുത്തത്. അദ്ദേഹം എന്താണ് അതിൻ്റെ വിപരീതമായിട്ടുള്ള, അതായത് ഉയരം കൂടിയ ഒരു ചെടിയെയും ഉയരം കുറഞ്ഞ ഒരു ചെടിയെയും എന്ത് ചെയ്തു? പരസ്പരം വർഗ്ഗസങ്കരണം നടത്തി. ഉയരം കൂടിയ ഒരു ചെടിയെയും ഉയരം കുറഞ്ഞ ഒരു ചെടിയെയും എന്ത് ചെയ്തു? വർഗ്ഗസങ്കരണം നടത്തി. അപ്പോൾ നിങ്ങൾ ഇത് പഠിക്കുന്ന സമയത്ത് പഠിക്കേണ്ട ഒരു ടേം ആണ് അലീലുകൾ എന്ന് പറയുന്ന ഒരു ടേം. കേട്ടിട്ടുണ്ടാവും അല്ലേ? അലീലുകൾ. എന്താ അലീലുകൾ എന്ന് പറഞ്ഞാൽ? അതായത് ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഒരു ജീൻ ഉണ്ടാവും. ആ ജീനിന് വ്യത്യസ്ത തരങ്ങളും ഉണ്ടാവും. ആ തരത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അലീലുകൾ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഉയരം എന്ന് പറയുന്ന സ്വഭാവം, ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് എന്താ? ഉയരം എന്ന് പറയുന്ന ഒരു സ്വഭാവം അല്ലേ? അതായത് ഇംഗ്ലീഷിൽ പറയുന്നത് ഹൈറ്റ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആ ഹൈറ്റിനെ നിയന്ത്രിക്കുന്ന എന്തുണ്ട്? ജീനിന് വ്യത്യസ്ത തരങ്ങളുണ്ട്. ഒന്നെന്താ? ക്യാപിറ്റൽ ടി. അത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഉയര കൂടുതലിനെ സൂചിപ്പിക്കുന്നു. പിന്നെ ഒന്ന് സ്മോൾ ടി. അത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഉയര കുറവിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ എന്താണ്? ഉയരം എന്ന് പറയുന്ന ഒരു സ്വഭാവം, അതിനെ നിയന്ത്രിക്കുന്ന ഒരു ജീൻ ഉണ്ടാവും. ആ ജീനിന് തന്നെ വ്യത്യസ്ത തരങ്ങളുണ്ട്. അതാണ് എന്ത്? ഒന്ന് ഉയര കൂടുതലും ഒന്ന് ഉയര കുറവും. അതിനെ നമ്മൾ ക്യാപിറ്റൽ ടി എന്നും സ്മോൾ ടി എന്ന് പറയുന്ന എന്ത് ചെയ്തു? ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. ഈ ക്യാപിറ്റൽ ടീനെ, അതായത് ഒരു ജീനിന്റെ വ്യത്യസ്ത തരങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അലീലുകൾ എന്ന് വിളിക്കുക. ഇവിടെ ക്യാപിറ്റൽ ടിയും അതുപോലെ സ്മോൾ ടി എന്ന് പറയുന്നത് എന്താണ്? അലീലുകളാണ്. ക്യാപിറ്റൽ ടി എന്തിനെ സൂചിപ്പിക്കുന്നു? ഉയര കൂടുതലിനെയും സ്മോൾ ടി എന്തിനെ സൂചിപ്പിക്കുന്നു? ഉയര കുറവിനെയും സൂചിപ്പിക്കുന്നു. ഇനി ഒരു ജീവിയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ആ ജീവിയിൽ എന്താ പ്രകടിപ്പിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, പുറത്തേക്ക് കാണുന്നത്, അതിനെ നമ്മൾ എന്തായിരുന്നു വിളിക്കുന്നത്? ഫീനോടൈപ്പ് എന്ന് വിളിക്കും. ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ട ടേമുകളാണ്. എക്സാമിന് കേൾക്കുമ്പം ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ തോന്നരുത്. ഫീനോടൈപ്പ് എന്ന് വിളിക്കും. ആ ഫീനോടൈപ്പിന് കാരണമായ ഒരു ജനിതക ഘടന ഉണ്ടാകുമല്ലോ, അതിനെ നമ്മൾ എന്ത് വിളിക്കും? ജീനോടൈപ്പ് എന്ന് വിളിക്കും. ജീനോടൈപ്പ്. ഇപ്പം ഞാൻ അടുത്ത സ്ലൈഡിൽ അത് കാണിക്കാം. അപ്പം ഇതുണ്ട് ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്ന ജനിതക ഘടനയുള്ളൊരു സസ്യം. ഇത് പുറത്തേക്ക് കാണിക്കുന്ന ഏതായിരിക്കും? ഈ ക്യാപിറ്റൽ ടിയുടെ പ്രസൻസ് കൊണ്ട് തന്നെ ഉയരം കൂടിയ ചെടിയായിട്ടായിരിക്കും കാണിക്കുക. അപ്പം അതിൻ്റെ ഫീനോടൈപ്പ് അഥവാ പ്രകടിപ്പിക്കുന്ന ഗുണമാണ് എന്ത്? അതിൻ്റെ ഫീനോടൈപ്പ്. അതെന്താ? ഉയര കൂടുതലാണ്. ഇനി അതിൻ്റെ ജീനോടൈപ്പ് എന്ന് പറഞ്ഞത് ഈ എഴുതിയിരിക്കുന്ന ലെറ്റർ കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, ഇതാണ് അതിൻ്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത്. എന്തായിരിക്കും? ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്നത്. അപ്പം മെന്റൽ എന്ത് ചെയ്തിരിക്കുന്നു? ആദ്യം പരീക്ഷണത്തിലെടുത്ത് എന്താണ്? ഒരു ജോഡി വിപരീത ഗുണങ്ങളാണ്. ഇവിടെ ഉയരം എന്നൊരു ഗുണം എടുത്തിരിക്കുന്നത്. അതിന്റെ ഉയര കൂടുതലും ഉയര കുറവുമാണ് എന്ത് ചെയ്തിരുന്നത്? അദ്ദേഹം ആദ്യം എന്ത് ചെയ്തു? സസ്യങ്ങളിൽ എന്ത് ചെയ്തു? വർഗ്ഗസങ്കരണം നടത്തി. അപ്പോൾ ഒന്നാമത്തെ തലമുറയിൽ F1 തലമുറയിൽ ഉണ്ടായ സസ്യങ്ങളെല്ലാം എന്തായിരുന്നു? ഉയരം കൂടിയ സസ്യങ്ങളായിരുന്നു. അതായത് അതിന്റെ പ്രകട ഗുണം അല്ലെങ്കിൽ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഉയര കൂടുതൽ എന്ന് പറയുന്നതാണ് അതിന്റെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. ഉയര കൂടുതൽ എന്ന് പറയുന്നതായിരുന്നു അതിന്റെ ഫീനോടൈപ്പ്. അതിന്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് എന്താ? ക്യാപിറ്റൽ ടി സ്മോൾ ടി. കാരണം ഇവിടെ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും തമ്മിലാണ് എന്ത് ചെയ്തത്? നമ്മൾ ക്രോസ് ചെയ്തത്. അപ്പം അതിന്റെ ഫലമായിട്ട് അതിന്റെ ജീനോടൈപ്പ് എന്താ? ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. പക്ഷെ പുറത്തേക്ക് കണ്ട എന്താണ്? ഈ പറയുന്ന ക്യാപിറ്റൽ ടി, അതായത് ഉയരം കൂടിയ സ്വഭാവമാണ് എന്ത് ചെയ്യുന്നത്? ഒന്നാമത്തെ തലമുറയിലേക്ക് കണ്ടത്. ഇനി രണ്ടാമത്തെ തലമുറയിലേക്ക് വന്നാൽ എന്താ? രണ്ടാമത്തെ തലമുറ ആയപ്പോഴത്തേക്ക് എന്താണ്? ഉയരം കൂടിയ സസ്യങ്ങളും ഉണ്ടായി, അതുപോലെ തന്നെ എന്ത് ചെയ്തു? ഉയരം കുറഞ്ഞ സസ്യങ്ങളും ഉണ്ടായി. ഉയരം കൂടിയ സസ്യങ്ങളും ഉണ്ടായി, അതുപോലെ തന്നെ എന്താണ്? ഉയരം കുറഞ്ഞ സസ്യങ്ങളും ഉണ്ടായി. അതെങ്ങനെയാണ്? ഇപ്പോൾ ഉയരം കൂടിയ 2 ചെടീനെ, അതായത് F1 തലമുറയിൽ ഉണ്ടായ ഉയരം കൂടിയ 2 ചെടീനെ ഞാൻ എന്ത് ചെയ്യാണ്? ക്രോസ് ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇവരുടെ ഈ അലീലുകൾ ഉണ്ടല്ലോ, അവ എന്ത് ചെയ്യും? വേർപിരി. അതായത് ഇവിടെ എന്താകും? ഇത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആകും. ഇതും എന്താകും? ക്യാപിറ്റൽ ടി സ്മോൾ ടി ആകും. ക്യാപിറ്റൽ ടി അതുപോലെ തന്നെ എന്താകും? സ്മോൾ ടി ആകും. അതായത് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യും. പിന്നെ അവർ തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന വർഗ്ഗസങ്കരണം. അതായത് എങ്ങനെ എഴുതിയ ആ ടേബിൾ വരച്ചിരുന്ന പോലെ എഴുതിയാൽ ഇത് ഒരെണ്ണം, ഇത് രണ്ടാമത്തത്. ഇവർ തമ്മിൽ ക്രോസ് നടക്കുമ്പോൾ എന്താ? ക്യാപിറ്റൽ ടി ഇതുണ്ടാകാം. അതുപോലെ തന്നെ ഇതാ ഇവിടെ ക്യാപിറ്റൽ ടി, ഇവിടെ സ്മോൾ ടി. അപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ടാകാം. ഇവിടെ സ്മോൾ ടി ക്യാപിറ്റൽ ടി. അപ്പോൾ എങ്ങനെ എഴുതാം? സ്മോൾ ടി ക്യാപിറ്റൽ ടി, അതുപോലെ സ്മോൾ ടി. ഇപ്പോൾ ഇവിടെ ഏതൊക്കെയാ? ഇതെന്താ? ഉയരം കൂടിയ സസ്യമാണ്, കാരണം ക്യാപിറ്റൽ ടി ഉണ്ട്. ഇതും ഉയരം കൂടിയതാണ്.
ഇതും ഉയരം കൂടിയതാണ്. ഈ ഒരെണ്ണം മാത്രം എന്തുണ്ടാകും? ഉയരം കുറഞ്ഞത്. അതായത് അംശബന്ധം എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 3:1 എന്ന് പറയുന്ന അംശബന്ധത്തിലായിരിക്കും എന്ത് ഈ പറയുന്ന F2 തലമുറയിൽ സസ്യങ്ങൾ ഉണ്ടാകും. അതായത് ഒന്നാമത്തെ തലമുറയിൽ പ്രകടമാകാതിരുന്ന ഗുണം എന്ത് ചെയ്തു? തൊട്ടടുത്ത തലമുറയിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു? മറിഞ്ഞിരുന്നായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? അത് അടുത്ത തലമുറയായപ്പോൾ എന്ത് ചെയ്തു? അത് പ്രകടിപ്പിച്ചു. അതായത് ഡോമിനന്റ് ട്രേറ്റ് ആയിട്ട് മാറി. അതായത് ഒരു തലമുറയിൽ അത് റിസസീവ് ട്രേറ്റ് ആയിരുന്നെങ്കിൽ തൊട്ടടുത്ത തലമുറയായപ്പോഴത്തേക്കും അത് എന്തായി? ഡോമിനന്റ് ട്രേറ്റ് ആയിട്ട് എന്ത് ചെയ്തു? അവിടെ മാറി. അപ്പോൾ അവിടെ പഠിക്കേണ്ട ടേമുകൾ എന്താ? ജീനോടൈപ്പ്, ഫീനോടൈപ്പ് എന്താണ്? ജീനോടൈപ്പും ഫീനോടൈപ്പും എന്താണെന്ന് പഠിക്കുക. അതുപോലെ എന്താണ് അലീലുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം എന്ത് ചെയ്യണം? ആ ഒരു പോർഷനുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം. പിന്നെ ഇതിൻ്റെ ഡൈ ഹൈബ്രിഡ് ക്രോസിൻ്റെ മിക്കപ്പോഴും പല ഗുണങ്ങളും തന്നിട്ട് എന്ത് ചെയ്യാൻ ചോദിക്കുന്നതാണ്? നിങ്ങളോട് വരയ്ക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ്. പല ഗുണങ്ങളും തന്നിട്ട് എന്ത് ചെയ്യാറുണ്ട്? വരയ്ക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ഇത് ഇപ്പോൾ നമ്മൾ വരച്ച അതേ സാധനമാണ്. എന്ത് ചെയ്തു? മാതൃസസ്യം എടുത്തിരിക്കുന്നു. ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതുമായിട്ട് എടുത്ത് ക്രോസ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ ക്യാപിറ്റൽ ടി, ഇവിടെ എന്താണ്? സ്മോൾ ടി. അപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു? അതിൽ എന്ത് ചെയ്തു? ക്യാപിറ്റൽ ടി, സ്മോൾ ടി വന്നു. ഫസ്റ്റ് തലമുറയിൽ കിട്ടിയത് കൂടുതലും എന്താണ്? ഉയരം കൂടിയതാണ്. ഉയരം കൂടിയ സസ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് കിട്ടുക. അതായത് ഈ ലിംഗകോശങ്ങൾ എന്ത് ചെയ്യും? തൊട്ടടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ കൂടിക്കലരാതെ എന്ത് ചെയ്യുന്നു? വേർപിരിയുന്നതാണ് ഇതിന് കാരണം. ഇനി അതാ F1 തലമുറ നമ്മൾ ക്രോസ് ചെയ്തപ്പോൾ എന്താണ്? ഇത് നോക്കുക. ഇവിടെ ക്യാപിറ്റൽ ടി, സ്മോൾ ടി. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ബീജകോശങ്ങൾ ഏതൊക്കെയായിരിക്കും? ഒന്ന് ക്യാപിറ്റൽ ടി, സ്മോൾ ടിയും, അതാ ബീജകോശങ്ങളെയാണ് നമ്മൾ ഗമീറ്റുകൾ എന്ന് വിളിക്കുക. ഓക്കെ, ഇത് ഇവിടെയും ക്യാപിറ്റൽ ടി, സ്മോൾ ടി ഉണ്ടാവും. അപ്പോൾ ഇത് ക്രോസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ വരച്ച് എഴുതുന്നതൊക്കെ നല്ലത് ആ ടേബിളിൽ എഴുതാണ്. ഇങ്ങനെ ക്യാപിറ്റൽ ടി, സ്മോൾ ടി ഇങ്ങനെ എഴുതുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇങ്ങനെ ഇതിൻ്റെ ഇത് എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ നോക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ എഴുതിയാലും സെയിം കിട്ടും. 3:1 ആയിരിക്കും അവിടുത്തെ റേഷ്യോ, അംശബന്ധം എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക ഫസ്റ്റ് തലമുറയിൽ. ഇനി നമുക്ക് ഏതാ നോക്കേണ്ടത്? ഡൈ ഹൈബ്രിഡ് ക്രോസിൻ്റെ കാര്യമാണ് അല്ലേ? ഡൈ ഹൈബ്രിഡ് ക്രോസിൻ്റെ കാര്യമാണ് എന്ത് ചെയ്യാനുള്ളത്? ഇനി നമുക്ക് നോക്കാനുള്ളത്. ഡൈ ഹൈബ്രിഡ് ക്രോസ് വരുമ്പോൾ എന്താ? രണ്ട് ഗുണങ്ങൾ നമ്മളവിടെ ഒരുപോലെ പരിഗണിക്കപ്പെടും. ഇവിടെ നോക്കിയേ, ഉയരം എന്ന് പറയുന്ന ഒരു ഗുണവും പരിഗണിക്കുന്നുണ്ട്. അതുപോലെ വിത്തിൻ്റെ എന്താണ്? വിത്തിൻ്റെ ആകൃതി എന്ന് പറയുന്ന ഒരു ഗുണം കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്? ഉയരം കൂടിയ ഉരുണ്ട വിത്തുള്ളത്. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ടി അതാണ് ഉയരം കൂടിയ വിത്തിനെ സൂചിപ്പിക്കുന്ന രണ്ടെണ്ണം. ഇനി ഉരുണ്ട വിത്തിനെ സൂചിപ്പിക്കാൻ ക്യാപിറ്റൽ ആർ. അതേപോലെ ഉയരം കുറഞ്ഞതിനെ സൂചിപ്പിക്കാൻ ക്യാപിറ്റൽ ടി, ചുളുങ്ങിയ വിത്തിനെ സൂചിപ്പിക്കാൻ സ്മോൾ ആർ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ബീജകോശങ്ങൾ ഏതൊക്കെയായിരിക്കും? ഒരു ക്യാപിറ്റൽ ടിയും ഒരു ക്യാപിറ്റൽ ആർ. ഇവിടെയോ ഒരു സ്മോൾ ടിയും ഒരു സ്മോൾ ആർ. ഇനി എന്ത് ചെയ്യുന്നു? അപ്പോൾ എന്ത് ചെയ്തു? F1 തലമുറയിൽ ഉണ്ടാവും എന്തായിരിക്കും? ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. നോക്കിയേ, ഡോമിനൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ആറുമാണ്. അതായത് ഉയരം കൂടിയതും ഉരുണ്ട വിത്തുള്ള സസ്യങ്ങളുമാണ് എന്ത് ചെയ്തത്? ഒന്നാം തലമുറയിൽ കിട്ടിയത്. അങ്ങനെ ലഭിച്ച സസ്യങ്ങളെ നമ്മൾ വീണ്ടും എന്ത് ചെയ്തിരിക്കുന്നു? സ്വപരാഗണം നടത്തുന്നു. അപ്പോൾ ഇവിടെ ബീജകോശങ്ങൾ ഏതൊക്കെ ഉണ്ടായിട്ട് മാറും? ഇവിടെ ഈ പറയുന്നതിൽ നിന്ന് ഏതൊക്കെ ബീജകോശങ്ങൾ ഏതൊക്കെ പെയറായിട്ട് മാറാതെ? ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ആറും ഒരു പെയറാക്കാം അല്ലേ? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ ക്യാപിറ്റൽ ടിയും സ്മോൾ ആറും ചേർന്നൊരു ഇതാകാം. രണ്ടെണ്ണമാണല്ലോ മിനിമം വേണ്ടത്. ഇനി സ്മോൾ ടിയും ക്യാപിറ്റൽ ആറും ചേർത്ത് എഴുതാം, സ്മോൾ ടിയും സ്മോൾ ആറും ചേർത്ത് എഴുതാം. സെയിം തന്നെയാണ് എന്ത് ചെയ്യുക? ഇവിടേക്കും എഴുതാം. അപ്പം നമുക്കിവിടെ എന്ത് ചെയ്തു? ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് നോക്കേണ്ടത്. ഈ രണ്ടെണ്ണം ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ. ഇത് എഴുതുമ്പോഴോ ഇവിടെ വരുന്നത് ഈ കോളത്തിന് നേരെ വരുന്നത് രണ്ട് സൈഡിൽ നിന്ന് നോക്കുക. അപ്പോൾ എന്ത് വരും? ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. അതുപോലെ ഇതും ഈ നേരെയുള്ളത് നോക്കുക. അപ്പോൾ എന്ത് വരും? ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ. അങ്ങനെ മുഴുവൻ എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ആറും വരുന്നിടത്തെല്ലാം എന്തായിരിക്കും? അത് ഉയരം കൂടിയതും ഉരുണ്ട വിത്തുമായിരിക്കും. അല്ലാത്ത കേസിലൊക്കെ എന്ത് ചെയ്തു? അതിനനുസരിച്ച് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ പറഞ്ഞ വീഡിയോയിൽ ഓരോന്നും എടുത്ത് പറയുന്നാൽ ഒരു വീഡിയോ തന്നെ വേണ്ടി വരും, കുറേ ടൈം എടുക്കും. അപ്പോൾ ആ ഒരു കാര്യം നോക്കി വെക്കണം. അവിടെ എന്താണ് അവിടുത്തെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡൈ ഹൈബ്രിഡ് കോസ്റ്റിൽ എന്തായിരിക്കും? 9:3:1 ആണ് എന്ത് ഈ പറയുന്ന റേഷ്യോ. അതായത് F2 തലമുറയിലെ ഉണ്ടാകുന്ന അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 9:3:1 ആണ്. അത് എഴുതി പഠിക്കണേ. ബീജകോശങ്ങൾ എഴുതാൻ വേണ്ടി അറിയണം, ഇല്ലെങ്കിൽ തെറ്റിപ്പോവും. ബീജകോശങ്ങൾ എഴുതിയിട്ട് അവരെങ്ങനെ പെയർ ചെയ്യും എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? അവിടെ നോക്കി വെക്കണം. അപ്പോൾ ഇത്രയുമാണ് മെൻഡലിൻ്റെ മോണോ ഹൈബ്രിഡ് ക്രോസും ഡൈ ഹൈബ്രിഡ് ക്രോസുമായിട്ട് വരുന്നത്. ഇനി ചില കാര്യങ്ങളാണ്, അതായത് മെൻഡലിന് എന്ത് ചെയ്തു? ഈ പറയുന്ന ചില കാര്യങ്ങൾ, അതായത് ചില നോൺ മെൻഡലിയൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞ പല കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതായത് എന്താണ്? ജീനുകൾ, പരിസ്ഥിതി, മറ്റ് ഘടകങ്ങൾ എന്നിവ തമ്മിലുള്ള ചില ഇടപെടലുകളൊന്നും ആർക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഈ പറയുന്ന മെൻഡലിൻ്റെ കാര്യത്തിൽ മെൻഡലിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല? എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അതിൽ നിന്നും ചില നോൺ മെൻഡലിയൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ചില പ്രത്യേകതകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട്. അതായത് മാതാപിതാക്കളിൽ ഉള്ളതല്ലാതെ ചില
എന്താണ് സ്വഭാവം പുതിയ തലമുറയിൽ പ്രകടമാകും. അതാണ് ഏതിൽ വരുന്നത്? നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നതിൽ വരുന്നത്. അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിൽ എന്താണ് പ്രധാനമായിട്ടും നമ്മൾ 4 എണ്ണമാണ് പഠിക്കുന്നത് അല്ലേ. ഒന്നാമത്തെ നോക്കിക്കേ, ചുവന്ന പൂക്കളുള്ള 4 മണി ചെടി, അതായത് ചുവപ്പും അതുപോലെ തന്നെ ചുവന്നതും അതുപോലെ തന്നെ എന്താണ് വെള്ളയും, ഈ 2 തരം 4 മണി പൂക്കളെ നമ്മൾ മെൻ്റൽ പറഞ്ഞ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കണം? ഒന്നെങ്കിൽ ചുവപ്പ് വരാം അല്ലെങ്കിൽ വെള്ള വരാം അല്ലേ. പക്ഷേ ഉണ്ടാകുന്നതിൻ്റെ കൂടെ എന്തും ഉണ്ടാകുന്നുണ്ട്, ഇത് രണ്ടുമല്ലാത്ത പിങ്ക് പൂക്കളുള്ള ചെടികൾ കൂടി ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു കാര്യം ആർക്ക് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതായത് ഒന്നെങ്കിൽ അതായത് ഇപ്പം വെറുതെ ഞാൻ പറയുകയാണ്, ഇത് ഫാദറിൻ്റെ ട്രേറ്റ് ആണ്, ഇത് മദറിൻ്റെ ട്രേറ്റ് ആണ്. ഇത് രണ്ടിലും ഒരെണ്ണമല്ലേ പ്രകടമാകേണ്ടുള്ളൂ. ആര് പറഞ്ഞ പ്രകാരം? മെൻ്റൽ പറഞ്ഞ പ്രകാരം. പക്ഷെ അത് രണ്ടുമല്ലാതെ മൂന്നാമതൊരു ഗുണം അവിടെ പ്രകടമാകും. അതായത് അവിടെ എന്താ, ഒരു ഡോമിനന്റ് ക്യാരക്ടറും ഒരു റിസസീവ് ക്യാരക്ടറും ഉണ്ട്. അപ്പോൾ ഈ പ്രകട ഗുണം, അതാണ് ഡോമിനന്റ് ക്യാരക്ടർ എന്ന് പറയുന്നത്, അതിന്റെ അലീലിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല? ഗുപ്ത ഗുണം, റിസസീവ് ക്യാരക്ടറിന്റെ അലീലിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു എഫക്റ്റ് നമുക്ക് പുറത്തേക്ക് കിട്ടുന്നു. അതായത് പ്രകട ഗുണത്തിന്റെ അലീലിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല? ഗുപ്ത ഗുണത്തിന്റെ അലീലിനെ എന്ത് ചെയ്യുന്നില്ല? പൂർണ്ണമായും മറയ്ക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് രണ്ടും കൂടെ മിക്സ് ആയിട്ട്, ചുവപ്പും അല്ല വെള്ളയല്ല, രണ്ടും കൂടെ കലർന്ന പിങ്ക് കളറിൽ എന്തുണ്ടാകുന്നു? പൂക്കൾ ഉണ്ടാകുന്നു. ഇനി ഇതിൽ പറയുന്ന കന്നുകാലിയുടെ ഒക്കെ മേത്തുണ്ടാകുന്ന ഇതുപോലുള്ള കളറുകൾ ഉണ്ടാകും, മിക്സ്ഡ് കളറായിട്ട് വരുന്നത്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? കോ ഡോമിനൻസ് എന്നാണ് വിളിക്കുക. അതായത് ചില കന്നുകാലികളിലും കുതിരകളിലും കാണപ്പെടുന്ന ഈ പാറ്റേണിനെ നമ്മൾ എന്ത് വിളിക്കും? റോൺ കോർട്ട് എന്നാണ് വിളിക്കുക. റോൺ കോർട്ട് എന്ന് വിളിക്കും. അതായത് ഇപ്പോൾ ഒരാളുടെ ക്യാരക്ടർ ചിലപ്പോൾ തവിട്ട് നിറമായിരുന്നു വിചാരിക്കുക, ബ്രൗൺ കളറായിരുന്നു. ഒരാളുടേത് വൈറ്റ് ആണ്. ഒന്നെങ്കിൽ തവിട്ട് അല്ലെങ്കിൽ വൈറ്റ്. ഇതല്ലല്ലോ കാണുന്നത്. തവിട്ടും വൈറ്റും എന്ത് ചെയ്തു? മിക്സഡ് ആയിട്ട് കാണുന്നു. മിക്സഡ് എന്ന് പറഞ്ഞാൽ അതിന് രണ്ടും കൂടെ ചേർന്ന് ഒരു കളറായിട്ട് പുറത്തേക്ക് വരുമല്ല. രണ്ടും എന്ത് ചെയ്യുന്നു? പരസ്പരം എന്ത് ചെയ്യുന്നു? ഒരേ സമയം പ്രകടമാകുന്നു. തവിട്ടും കാണുന്നു ഒരേ ആളില്, അതേപോലെ തന്നെ വൈറ്റും കാണുന്നു. മുമ്പത്തെ കേസിൽ എന്താ പറഞ്ഞത്? റെഡും വൈറ്റും കൂടെ മിക്സ് ചെയ്ത് പുതിയൊരു ട്രേറ്റ് അവിടെ, അതായത് ഒന്നിന് മറ്റൊന്നിനെ ഓവർകം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ഇവിടെ എന്താ ചെയ്യുന്നത്? രണ്ടിനും പ്രശ്നമില്ല. രണ്ട് ആൾക്കാരും പറയുന്നത് നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഒരുപോലെ പോകാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? രണ്ടുപേരും ഒരേപോലെ കാണപ്പെടുന്നു. അതാണ് റോൺ കോട്ട് പാറ്റേൺ എന്ന് പറയും. രണ്ട് അലീലുകളുടെയും ലക്ഷണങ്ങൾ ഒരേ സമയം കാണിക്കുന്നു. ആ പേരുകളും എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇനി മൾട്ടിപ്പിൾ അലിലിസം, നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിന്റെ കേസിൽ വരുന്നതാണ് മൾട്ടിപ്പിൾ അലിലിസം. അതായത് മെന്റലീവ് പറഞ്ഞ പ്രകാരം ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന 2 തരം അലീലുകളാണ് ഉണ്ടാവുക. അപ്പോൾ ഉയരം എന്ന് പറയുന്നതിനെ നിയന്ത്രിക്കാൻ ഉയരം കൂടുതലും ഉയരക്കുറവും 2 അലീലുകളാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ നോക്കിയ രക്തഗ്രൂപ്പിനെ നിർണ്ണയിക്കാൻ 2 അല്ല 2ൽ കൂടുതൽ അലീലുകൾ, അതായത് IA, IB, I എന്നിങ്ങനെ 3 അലീലുകൾ ചേർന്നാണ് നമ്മുടെ രക്തഗ്രൂപ്പുകൾ നിർണ്ണയിക്കുന്നത്. ABO ബ്ലഡ് ഗ്രൂപ്പിനെ നിർണ്ണയിക്കാൻ അവിടെ 3 അലീലുകൾ. അപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് അലീലുകളുടെ എണ്ണം കൂടി. അപ്പോൾ ആ കേസിന് വിളിക്കുന്നതാണ് മൾട്ടിപ്പിൾ അലിലിസം എന്ന് പറയും. മൾട്ടിപ്പിൾ അലിലിസം. ഒന്നാമത്തെ എന്തായിരുന്നു പറഞ്ഞത്? അതായത് ഡോമിനന്റ് ക്യാരക്ടറും ഉണ്ട്, റിസസീവ് ക്യാരക്ടറും ഉണ്ട്. അപ്പോൾ ഈ ഡോമിനന്റ് ആയിട്ടുള്ള പ്രകട ഗുണത്തിന് ഗുപ്ത ഗുണത്തിന്റെ അലീലിനെ മറയ്ക്കാൻ പറ്റാതെ വരും. എന്ത് ചെയ്യുന്നു? രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടുന്നു. അതാണ് 4 മണി പൂക്കളിലെ ചെടികളിൽ എന്ത് ചെയ്യുന്നത്? കാണപ്പെടുന്നത്. അതിനെ ഇൻകംപ്ലീറ്റ്, രണ്ടും പൂർണ്ണമല്ല, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയും. ഇനി രണ്ടാൾക്കും കുഴപ്പമൊന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യും? 2 അലീലുകൾ ഒരുപോലെ പ്രകടമാകും. അതാണ് റോൺ കോട്ട്. പശുക്കളിലും അതുപോലെ കുതിരകളിലും ഒക്കെ കാണപ്പെടുന്നത്. ഇനി മനുഷ്യരെ രക്തഗ്രൂപ്പായ ABO രക്തഗ്രൂപ്പിന്റെ കേസിലേക്ക് വന്നാൽ അദ്ദേഹം പറഞ്ഞ പ്രകാരം 2 അലീലുകളേ ഉള്ളൂ സ്വഭാവത്തെ നിയന്ത്രിക്കാൻ. പക്ഷെ 2 അല്ല, മനുഷ്യ ശരീരത്തിലെ രക്തഗ്രൂപ്പിന്റെ കാര്യത്തിൽ 3 അലീലുകളാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത്. അപ്പം ഒന്നിലധികം അലീൽ, അതാണ് മൾട്ടിപ്പിൾ അലിലിസം എന്ന കേസ് ബ്ലഡ് ഗ്രൂപ്പുമായി റിലേറ്റ് ചെയ്ത് ഓർത്തിരിക്കുക. ഇനി ത്വക്കിന്റെ നിറത്തിലേക്ക് വന്നാൽ ത്വക്കിനെ നിയന്ത്രിക്കുന്നത് തന്നെ ഒന്നിലധികം അലീലുകളല്ല, ഒന്നിലധികം ജീനുകൾ ചേർന്നാണ്. അതായത് നമുക്കറിയാം നമ്മുടെ സ്കിൻ കളർ എന്ന് പറയുന്നത് വൈഡ് വെറൈറ്റി ഓഫ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഒന്നിലധികം ജീനുകളാണ് എന്ത് ചെയ്യുന്നത്? ത്വക്കിന്റെ നിറത്തെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ എന്ത് വിളിക്കുന്നു? ഈ പറയുന്ന പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കും. പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കും. അപ്പോൾ ഈ ത്വക്കിന്റെ നിറം ജെനറ്റിക്കൽ മാത്രമല്ല, നമ്മൾ എവിടെ താമസിക്കുന്നു, ഏത് കാലാവസ്ഥയിൽ ജീവിക്കുന്നു എന്നതിനനുസരിച്ചും എന്ത് ചെയ്യും? നിറവ്യത്യാസത്തിന് എന്തുണ്ടാകും? അല്ലെങ്കിൽ ത്വക്കിന്റെ കളറിൽ എന്തുണ്ടാകും? വ്യത്യാസം ഉണ്ടാകും. ഇപ്പൊ സ്ഥിരം എന്ത് ചെയ്യുന്നു? വളരെ വെയിലുള്ള സ്ഥലത്ത് ജീവിക്കുന്ന ഒരാളും വളരെ ടെമ്പറേച്ചർ കുറഞ്ഞ്, താപനില കുറഞ്ഞ്, തണുപ്പുള്ള രാജ്യങ്ങളിൽ ജീവിക്കുന്ന ഒരാളുടെ സ്കിൻ ടെക്സ്ചർ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും.
ചിലപ്പോൾ ഒരേ പാരൻസിൻ്റെ കുട്ടികളായിരിക്കാം, അവർ വളർന്ന 2 സാഹചര്യത്തിലായിരിക്കും ഈ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ അതെന്ത് പറഞ്ഞാൽ എന്താ, ഈ പറയുന്ന ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല എക്സ്റ്റേണൽ ഫാക്ടേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, ഒരേപോലെ ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം മെൻ്റലിൻ്റെ കണ്ടെത്തലിൽ നിന്നും വ്യത്യസ്തമായി വരുന്ന കാര്യങ്ങളാണ് ഏത്, നോൺ മെൻ്റേലിയൻ ഇൻഹെറിറ്റൻസിൽ വരുന്നത്. ഏതൊക്കെയാണ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോ ഡോമിനൻസ്, മൾട്ടിപ്പിൾ അലിലിസം, അതുപോലെ തന്നെ പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ക്രോസിംഗ് ഓവറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നിങ്ങൾ 8ാം ക്ലാസ്സിൽ എന്താണ് ക്രോമസോമുകളെ പറ്റിയൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ എന്താണ് ഈ പറയുന്ന ക്രമഭംഗം, അതുപോലെ തന്നെ എന്താണ് ഊനഭംഗം, മിയോസിസും മൈറ്റോസിസും എന്നാണ് കോശങ്ങളുടെ അല്ലെങ്കിൽ ക്രോമസോമുകളുടെ വിഭജനമായിട്ട് വന്നത്. അതിൽ നിങ്ങൾ പഠിക്കുന്നതാണ് ഈ ലിംഗ ക്രോമസോമുകൾ അല്ലെങ്കിൽ സെക്സ് ക്രോമസോമുകൾ രൂപപ്പെടുന്ന ഏത് പ്രക്രിയയുടെ ഫലമായിട്ടാണ്, ഊനഭംഗത്തിന്റെ ഫലമായിട്ടാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത്, ക്രോമസോം നമ്പർ ഇരട്ടിക്കാത്ത ഊനഭംഗം എന്ന് പറയുന്ന പ്രക്രിയ അഥവാ എന്താണ് മിയോസിസ് വഴിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ക്രോമസോം വികസിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പ്രക്രിയയുടെ ഫലമായിട്ട് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു കുട്ടിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അച്ഛൻ്റെ സ്വഭാവത്തിലും ചില ക്യാരക്ടേഴ്സ് കിട്ടും, അമ്മയുടെ സ്വഭാവത്തിലും കിട്ടും. അതെങ്ങനെയാണ് ലഭിക്കുന്നത്, അതായത് ഈ പറയുന്ന സമരൂപ ക്രോമസോമുകൾ അഥവാ എന്താണ് സമരൂപ ക്രോമസോമുകൾ രൂപപ്പെടുന്ന സമയത്ത് ഈ പറയുന്ന ക്രോമസോമുകൾ എന്ത് ചെയ്യും, പരസ്പരം ജോഡി ചേരും. ആ ജോഡി ചേരുന്ന പ്രോസസ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് എക്സാമിന് ചിത്രം ചെന്നിട്ട് ഇത് എന്തുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് ചോദിക്കുക. അപ്പം നിങ്ങളവിടെ എഴുതേണ്ടത് ഈ പറയുന്ന ഇത് എന്തുമായി ബന്ധപ്പെട്ട പ്രോസസ്സാണെന്ന് ചോദിച്ചാൽ എഴുതേണ്ട ആൻസർ എന്താണ്, ഇത് ക്രോസിംഗ് ഓവറുമായി ബന്ധപ്പെട്ട ചിത്രമാണ്. എന്താണ് ഇത്, ക്രോസിംഗ് ഓവറുമായി ബന്ധപ്പെട്ട ചിത്രമാണ്. തന്നിരിക്കുന്ന ചിത്രം എന്തുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചാൽ ക്രോസിംഗ് ഓവറുമായി ബന്ധപ്പെട്ട ചിത്രമാണെന്ന് പറയാം. എന്താ ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞാൽ, സമരൂപ ക്രോമസോമുകൾ എന്ത് ചെയ്യുന്നു, പരസ്പരം ജോഡി ചേരുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ്. എന്താണ്, സമരൂപ അഥവാ സൊമാറ്റിക് ക്രോമസോമുകൾ ഉണ്ടല്ലോ, സൊമാറ്റിക് ക്രോമസോമുകൾ 22 ജോഡി, ആ ക്രോമസോമുകൾ പരസ്പരം ജോഡി ചേരുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ക്രോസിംഗ് ഓവർ എന്ന് പറയും. അപ്പോൾ ഈ ക്രോസിംഗ് ഓവർ നടക്കുന്നൊരു ഭാഗം ഉണ്ടല്ലോ, അതായത് ജോഡി ചേരുന്ന ഭാഗം, ആ ഭാഗമാണ് ഇത് ഇവിടെ റൗണ്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് കയാസ്മ എന്നാണ്. എന്താണ്, കയാസ്മ. അതായത് ക്രോമസോമുകൾ പരസ്പരം ജോഡി ചേരുന്ന ആ ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് എന്ത്, കയാസ്മ എന്ന് വിളിക്കും. കയാസ്മ, ക്രോമസോമുകൾ പരസ്പരം ജോഡി ചേരുന്ന ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് എന്ത്, കയാസ്മ. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, ക്രോമസോം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അതായത് ഇങ്ങനെ ഇതളുകൾ പോലെ ഇരിക്കുന്ന ആളില്ലേ, ഇതളുകൾ പോലെ ആള്, ഇവർ പരസ്പരം എന്ത് ചെയ്യും, ഈ പറയുന്ന കയാസ്മ എന്ന് പറയുന്ന ഭാഗത്ത് ഈ ക്രൊമാറ്റിഡുകൾ, അതാണിത് ഇതളുകൾ പോലുള്ള ഭാഗം, അതെന്ത് ചെയ്യും, പരസ്പരം മുറിഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. ഈ കൈമാറ്റത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അലീലുകൾ പരസ്പരം എന്ത് ചെയ്യും, സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന, അപ്പോൾ ഉയരത്തെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ മുടിയുടെ നിറത്തെ സ്വാധീനിക്കുന്ന അലീലുകൾ ഉണ്ടാവുമല്ലോ. വെറുതെ പറയാണ്, ഇപ്പോൾ എക്സ് കെ എന്ന് പറയുന്ന ഒരു അലീൽ അല്ലെങ്കിൽ എന്താണ് വൈ ടി എന്ന് പറയുന്ന അലീലുകൾ, ഈ അലീലുകളൊക്കെ പരസ്പരം എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. അതുകൊണ്ടാണ് ചിലപ്പോൾ അച്ഛന് നല്ല പൊക്കം ഉണ്ടാവും, അമ്മയ്ക്ക് പൊക്കം കുറവായിരിക്കും. കുട്ടി ഉണ്ടാകുമ്പോൾ ഒരു ആവറേജ് ഹൈറ്റ് ഉള്ള ഒരാളായിട്ടുണ്ടാവും. ചിലപ്പോൾ അച്ഛൻ കറുത്തതായിരിക്കും, അമ്മയ്ക്ക് എന്താണ് സ്കിൻ ടോൺ കുറച്ചുകൂടെ ഫെയർ ആണ്. പക്ഷെ രണ്ടിൻ്റെയും മിക്സ് ആയിട്ടായിരിക്കും ചിലപ്പോൾ കുട്ടിയുടെ സ്കിൻ ടോൺ ഉണ്ടാവും. ഇതിനൊക്കെ കാരണം ഈ പറയുന്ന ക്രോസിംഗ് ഓവർ എന്ന് പറയുന്ന പ്രോസസ്സാണ്. അപ്പോൾ അവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, ഈ ചിത്രം തന്നാൽ ഇത് എന്തുമായി ബന്ധപ്പെട്ടാൽ വെച്ചാൽ ക്രോസിംഗ് ഓവർ ആണ്. ഈ ക്രോസിംഗ് ഓവറിൽ എന്താണ് ക്രൊമാറ്റിഡുകൾ പരസ്പരം ജോഡി ചേരുന്ന ഭാഗത്തെ എന്ത് വിളിക്കുന്നു, കയാസ്മ എന്ന് പറയുന്നു. ഇത് എങ്ങനെ സ്വഭാവ രൂപീകരണത്തിന് കാരണമാകുമെന്ന് ചോദിച്ചാൽ, ഈ കയാസ്മ എന്ന് പറയുന്ന ഭാഗത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ക്രൊമാറ്റിഡുകൾ പരസ്പരം ഇഴപിരിയുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ക്രൊമാറ്റിഡുകൾ പരസ്പരം മുറിഞ്ഞ് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇതിലൂടെ എന്ത് ചെയ്യുന്നു, അലീലുകളും എന്ത് ചെയ്യപ്പെടുന്നു, പരസ്പരം കൈമാറ്റം ചെയ്ത് അത് പുതിയ സ്വഭാവ രൂപീകരണത്തിന് എന്ത് ചെയ്യുന്നു, കാരണമാകുന്നു എന്നുള്ള കാര്യം എഴുതുക. എക്സാമിന് അങ്ങനെ ചോദിച്ചേക്കാം. കയാസ്മ എന്താന്ന് മാത്രമല്ല, അത് എങ്ങനെ സ്വഭാവ രൂപീകരണത്തിന് കാരണമാകുന്നു എന്ന് ചോദിച്ചേക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യം എന്ത് ചെയ്യണം, അവിടെ എഴുതാൻ വേണ്ടി പറ്റണം. അതിന് കോൺസെപ്റ്റ് എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി അടുത്തതാണ് മ്യൂട്ടേഷൻ. ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതെന്താണ്, നമ്മുടെ നൈട്രജൻ ബേസുകളുടെ എന്താണ് പെയറിംഗ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം, ഇങ്ങനെയാണ് കോഡാണ്, ഇത് ശരിക്കും ഒരു കോഡാണ്. ഈ കോഡ് പോലെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ജനിതക ഘടന എന്ന് പറയുന്നത് ഇങ്ങനെ കോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനനുസരിച്ചിട്ടാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, സ്വഭാവം അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓരോന്നും എന്ത് ചെയ്യുന്നത്, പ്രകടമാകുന്നത്. അപ്പോൾ ചില സമയത്ത്, അതായത് ചില കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ചില രാസവസ്തുക്കൾ അഥവാ ചില കെമിക്കലുകളുമായിട്ടുള്ള എന്താണ് ഇൻട്രാക്ഷൻ മൂലം അല്ലെങ്കിൽ എന്താണ് ഉണ്ടാകുന്ന ചില റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള വികിരണങ്ങളുടെ ഫലമായിട്ട് എന്ത് ചെയ്യും, അതുപോലെ ഈ DNA ഇരട്ടിക്കുന്ന പ്രോസസ്സിൽ DNA ഇരട്ടിക്കുന്ന പ്രോസസ്സ് ഉണ്ട്, അതിലുണ്ടാകുന്ന തകരാറ് മൂലം എന്ത് സംഭവിക്കും, ഈ പറയുന്ന എന്തുണ്ടാകും, DNA ക്രമീകരണത്തിൽ അല്ലെങ്കിൽ DNA നൈട്രജൻ ബേസുകളുടെ ക്രമീകരണത്തിൽ എന്തുണ്ടാകും, ചില ആകസ്മികമായ മാറ്റം ഉണ്ടാകും. ഈ മാറ്റത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മ്യൂട്ടേഷൻ എന്ന് പറയും. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇങ്ങനെയായിരുന്നു, ഈ സാധനം ഇരട്ടിക്കുമ്പോൾ ഇതേപോലെ പേസ്റ്റ് ചെയ്ത് വെക്കേണ്ടതാണ്.
പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? അഡിനിനും തൈമിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. അപ്പം ഇങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇതിപ്പം അച്ഛൻ്റെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ബി എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് വരുമ്പോൾ എന്തുണ്ടാവും? ചില വ്യത്യാസങ്ങൾ, അതായത് ആ പാരന്റിൽ നിന്നും അല്ലെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് വരുമ്പോൾ ഇത് ചില വ്യത്യാസങ്ങൾക്ക് കാരണമാവും. ഇത് ചിലപ്പോൾ തൊട്ടടുത്ത തലമുറയിൽ എന്ത് ചെയ്യണമെന്നില്ല, പ്രകടമാകണമെന്നില്ല. അത് തലമുറകളിലൂടെ കൈമാറി ഒരു 3-4 തലമുറ കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് ചിലപ്പോൾ പ്രകടമാകും. അപ്പം ഇങ്ങനെയുള്ള മ്യൂട്ടേഷൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ജീവികളുടെ പരിണാമത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം, മനുഷ്യൻ ആദ്യം ഉണ്ടായിരുന്നതിൽ നിന്ന് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലേക്ക് എന്ത് ചെയ്തു? ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ആ ഒരു മാറ്റമൊക്കെ എന്താണ്? അതായത് എന്താണ്? ശാരീരികമായിട്ടും ഒക്കെ ഉണ്ടാകുന്ന മാറ്റം ഇതുപോലെ എന്താണ്? ജീനുകളിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ സ്വാധീനം കൂടിയാണ്. മ്യൂട്ടേഷൻ ജീവികളുടെ പരിണാമത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് വഹിക്കുന്ന ഒന്നാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ചിത്രം എന്തിൻ്റെയാണ് ചോദിച്ചാൽ അതേതാണ്? മ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ട ചിത്രമാണ്. എങ്ങനെയൊക്കെയാണ് മ്യൂട്ടേഷൻ സംഭവിക്കുക? അതായത് ജനിതക വസ്തുക്കൾ ഇരട്ടിക്കുന്ന സമയത്തുണ്ടാകുന്ന തകരാറ് മൂലം, നിരന്തരമായി ചില രാസവസ്തുക്കളുമായുള്ള സമ്പർക്കം മൂലം, അതുപോലെ ചില റേഡിയോ ആക്റ്റീവായിട്ടുള്ള വികിരണങ്ങൾ മൂലമുള്ള ഇൻട്രാക്ഷൻ മൂലമൊക്കെ എന്ത് ചെയ്യാം? മ്യൂട്ടേഷൻ സംഭവിക്കാം. മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോൾ ജനിതക ഘടനയിൽ മാറ്റം വരികയും അത് തൊട്ടടുത്ത തലമുറകളിലേക്ക് എന്ത് ചെയ്യപ്പെടുകയും ചെയ്യും? കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യും. അത് ജീവികളുടെ പരിണാമത്തിൽ എന്താണ്? വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമാണെന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അപ്പം ഇത്രയും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഫസ്റ്റ് ചാപ്റ്ററിൽ, ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഒരു വലിയ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമ്മൾ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നതാണ്? ഈ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം തന്നെ ഓൾമോസ്റ്റ് വീഡിയോ ഒരു 1 അവറിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ വീണ്ടും ഇതിൻ്റെ ബാക്കിയായിട്ട് ചെല്ലുമ്പോൾ വളരെ ലെങ്തി ആയിട്ട് പോകും വീഡിയോ. അതുകൊണ്ട് നിങ്ങൾ ഈ ക്ലാസ് എന്ത് ചെയ്യുക? കാണുക. നിങ്ങൾക്ക് ഈ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ ഏകദേശം ആ ചാപ്റ്ററിലുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് എന്ത് ഉണ്ടാവും? റിവൈസ് ചെയ്ത് കിട്ടും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് എങ്ങനെ ചോദ്യം വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ലാസ്റ്റ് ചാപ്റ്റർ കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യാം? ഒരു അരമണിക്കൂർ, അതൊരു ചെറിയ ചാപ്റ്റർ അല്ലേ, അതിൽ പ്രധാനമായിട്ട് 2-3 കാര്യങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനുള്ളൂ. അതിൻ്റെ വീഡിയോ നമ്മൾ എന്ത് ചെയ്യാം? ഒരു അരമണിക്കൂർ വരുന്ന ഒരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം? ചെയ്തിട്ട് ഇടാം. അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക? മാക്സിമം ഈ വീഡിയോസ് ഷെയർ ചെയ്തെത്തിക്കുക. അതായത് നിങ്ങളുടെ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും. മലയാളം മീഡിയം ഉള്ളവർക്ക്, ഇംഗ്ലീഷ് മീഡിയം ഉള്ളവർക്ക് ഷെയർ ചെയ്യാം. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പേരുകളും കാര്യങ്ങളൊക്കെ സിമിലർ ആയിട്ട് തന്നെയുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? വീഡിയോസ് ഷെയർ ചെയ്യുക, സജഷൻസ് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് എന്ത് ചെയ്യാം? നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്